അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ മേരിമോൾ ജോണാണ്. തൻ്റെ ജീവിതാനുഭവം നമുക്കേവർക്കും അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമ്മൾ കേട്ടിരിക്കുന്നതായ പല സാക്ഷ്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം കർത്താവിൻ്റെ ദാസി പങ്കുവയ്ക്കുന്നു. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഇതൊരു വലിയ വിടുതലിന് കാരണമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുക. മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ച രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ മേരിമോൾ ജോണിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളു. ദൈവത്തിന് സ്തോത്രം. വിശേഷാൽ അരോമ ടി വി ചാനലിൽ എനിക്ക് കടന്നു വരുന്ന ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന ഇതിന്റെ ഡയറക്ടറായി പ്രവർത്തനം ചെയ്ത പ്രിയ ദാനിയൽ ജോൺ പാസ്റ്റർ, ഇങ്ങനെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. എന്റെ പേര് മേരിമോൾ ജോബി എന്നാണ്. ഞാൻ ഇടുക്കിയിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. എനിക്ക് 47 വയസ്സുണ്ട്. എന്റെ ഹസ്ബൻഡ് പാസ്റ്റർ ജോബി ജോസഫ് ആണ്. 3 കുഞ്ഞുങ്ങളെ ദൈവം എനിക്ക് ദാനമായി നൽകി തന്നു. മൂത്ത മകൻ BCA പഠിക്കുന്നു, രണ്ടാമത്തെ മോള് ACCA പഠിക്കുന്നു, ഇളയ മോള് +1 പഠിക്കുന്നു. പിന്നെ ഇടുക്കിയിലാണ് ഞങ്ങൾ പുതിയ വർക്ക് ചെയ്യുന്നത്. എൻ്റെ ചെറുപ്പകാലത്തെ പറ്റി ചില കാര്യങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ യേശുവിനെ കണ്ടുമുട്ടുവാൻ ദൈവം എനിക്ക് കൃപ നൽകി തന്നു. സ്തോത്രം. ഇടുക്കിയിലെ അപ്പോസ്തലനായ പാസ്റ്റർ ജോൺ ബി ചിലപ്പന്റെയും മെസ്റ്റർ പിസിയുടെയും 5 മക്കളില് രണ്ടാമത്തെ മകളായി 1978 ഫെബ്രുവരി മാസം എനിക്ക് ഈ ഭൂമിയിൽ ജന്മം കൊള്ളുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. ജനിച്ച സമയം മുതൽ വളരെ കഷ്ടങ്ങളും കണ്ണുനീരുകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വന്നു. എങ്കിലും ദൈവം എന്നെ അത്ഭുതകരമായി നടത്തി. എൻ്റെ ജീവിതത്തിൽ 7 ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. എൻ്റെ ഒരു കണ്ണിന് കാഴ്ചയില്ല, ഒരു ചെവിയുടെ കേൾവിയില്ല, ഒരു സൈഡ് മുഴുവൻ തളർന്നു പോയ ഒരു വ്യക്തിയാണ്. എങ്കിലും ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ സാക്ഷിയായി നിലനിൽക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ഇടുക്കിയിലെ കട്ടപ്പന എന്ന സ്ഥലത്ത് IPCയോടനുബന്ധിച്ച് പുതിയ വർക്ക് ഞങ്ങൾ 7 വർഷം മുമ്പ് തുടങ്ങി. ഏകദേശം 10-25 ഫാമിലിയോളം ചർച്ചിൽ കടന്നു വരുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എൻ്റെ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരട്ടെ. പ്രസംഗം കൊണ്ട് കണ്ണിക്കാം. പക്ഷെ ഒരാളുടെ ജീവിതത്തിൽ ഒരു അനുഭവം കടന്നു വന്നു കഴിഞ്ഞാൽ അത് മറ്റൊരാളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരും. അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ അനുഭവം മറ്റൊരാൾക്ക് കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് രോഗസൗഖ്യം ഉണ്ടാകാം, ചിലപ്പോൾ അവർ കഷ്ടത്തിലൂടെയും കണ്ണുനീരിലൂടെയും പ്രയാസത്തിലൂടെയും മരണത്തിന്റെ വക്കിലൂടെയും കടന്നു പോകുന്ന സന്ദർഭങ്ങളിൽ എൻ്റെ ഈ അനുഭവം കേൾക്കുന്ന നിങ്ങൾക്ക് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഇങ്ങനെ എനിക്ക് ഈ അവസരം അരോമ ടിവിയിൽ ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന ഇതിന്റെ അഡ്മിൻ ആയിരിക്കുന്ന പ്രിയ ദാനിയൽ പാസ്റ്ററോട് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിന്റെ ഞാൻ പലപ്പോഴും പാടുന്ന ഒരു പാട്ട് പാടിയിട്ട് എൻ്റെ ടെസ്റ്റിമണിയിലേക്ക് ഞാൻ കടക്കും, എൻ്റെ അനുഭവത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ മരുയാത്രയിൽ നിന്നെ തനിയെ വിടുകയില്ല. ഭാരങ്ങളേറിടുമ്പോൾ കൂടെ വരും സഹിയായി. ഉള്ളം കലങ്ങിടുമ്പോൾ തള്ളയാമീശുനാഥൻ, ഉള്ളം കലങ്ങിടുമ്പോൾ തള്ളയാമീശുനാഥൻ, ഉള്ളം കാര്യങ്ങളിലായി മെല്ലെ താഴുകിടുന്നു. ഉള്ളം കാര്യങ്ങളിലായി മെല്ലെ താഴുകിടുന്നു. യാത്ര ഇനി എത്രയോ
കാലുകളേടറിടുന്നു. താമസമോ പ്രിയനേ, കാഹളം കേട്ടിടുവാൻ. രാത്രിയിൽ യാമങ്ങളിൽ കൺകൾ നനഞ്ഞിടുമ്പോൾ, രാത്രിയിൽ യാമങ്ങളിൽ കൺകൾ നനഞ്ഞിടുമ്പോൾ, എന്തിനു കരയും എന്ന് ചോദിപ്പാനേശു മാത്രം. എന്തിനു കരയും എന്ന് ചോദിപ്പാനേശു മാത്രം. ഈ മരുയാത്രയിൽ നിന്നേ തനിയെ വിടുകയില്ല. ഭാരങ്ങളേറിടുമ്പോൾ കൂടെ വരും സഹിയായി. ഞാൻ ഈ പാടിയ പാട്ട് പോലെ ഈ മരുയാത്രയിൽ നമ്മളെ ആരെയും തനിയെ വിടാത്ത കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണുനീരും പ്രയാസവും ഒക്കെ വന്നു, രോഗം വന്നു, ദുഃഖം വന്നു, മരണത്തിന്റെ പ്രയാസം കടന്നു വന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾ 5 മക്കളെ ദൈവം എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും കൊടുത്തു. എൻ്റെ പപ്പ പഞ്ചസാര മില്ലിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പാസ്റ്റർ ഹൈറേഞ്ചിലെ അപ്പോസ്തലനായി ദൈവവേല ചെയ്തുകൊണ്ടിരുന്ന ദൈവവേലയിൽ ആയിരുന്ന ഒരു ഭൃത്യനാണ് എൻ്റെ പപ്പ. ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടു പോയി. എൻ്റെ മമ്മിയും കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നു. എൻ്റെ മമ്മി ഹൈസ്കൂൾ അധ്യാപികയായിരുന്നു. MA എടുത്ത് തമിഴ് പണ്ഡിറ്റ്, മലയാളം പണ്ഡിറ്റ്, ഹിന്ദി പണ്ഡിറ്റ്, ഇങ്ങനെ 3 പണ്ഡിറ്റും എടുത്ത് ഇങ്ങനെ ടീച്ചറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എൻ്റെ പപ്പയും മമ്മിയും ഇറങ്ങിയത്. അങ്ങനെ പപ്പായ്ക്കും മമ്മിക്കും ദൈവം ദാനമായിട്ട് ഞങ്ങൾ 5 കുഞ്ഞുങ്ങളെ ദൈവം നൽകി കൊടുത്തു. എനിക്ക് 2-3 സഹോദരന്മാരും ഒരു സഹോദരിയുമുണ്ട്. അവരെല്ലാം കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. എല്ലാവരും കുടുംബസ്ഥരാണ്. എൻ്റെ മൂത്ത സഹോദരൻ കുടുംബമായിട്ട് ബഹറിലായിരിക്കുന്നു. രണ്ടാമത്തെ സഹോദരി കുടുംബമായിട്ട് ഇവിടെ ഹൈറേഞ്ചിൽ ഇടുക്കിയിലുണ്ട്. ഇളയ സഹോദരന്മാരും ഇടുക്കിയിലുണ്ട്. അങ്ങനെ ഞങ്ങൾ 5 പേരും കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. വളരെ ചെറുപ്പത്തില് എൻ്റെ പപ്പ പഞ്ചസാര മില്ലിൽ ജോലി ചെയ്ത സമയത്ത് കർത്താവ് പപ്പായെ പിടിച്ചു. ഹല്ലേലൂയ. ചെല്ലപ്പനായി നടന്ന സമയത്താണ് പപ്പായ്ക്ക് ഒരു തീരെ മാറാ രോഗമുണ്ടായത്, ബ്ലഡ് ഛർദിക്കുക എന്നുള്ളത്. പപ്പ കമ്മ്യൂണിസ്റ്റിന്റെ നേതാവായിട്ട് അനേകർക്ക് സ്റ്റഡി ക്ലാസ് നടത്തുകൊണ്ടിരുന്നത്. പെന്തിക്കോസ്തുകാരെല്ലാം കള്ളന്മാരാണെന്നുള്ള ചിന്തയില് അങ്ങനെ അവരെല്ലാം ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പപ്പായ്ക്ക് ഇങ്ങനെ ഒരു രോഗം കടന്നു വന്നു. കഴിഞ്ഞ സമയത്ത് പപ്പ തിരുവല്ല ഹോസ്പിറ്റലിൽ കടന്നു മരണത്തോട് മല്ലടിച്ചു. അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചോളാൻ പറഞ്ഞതിന് ശേഷം അങ്ങനെ ഇരിക്കെ ഒരു 2 സഹോദരിമാര് വന്ന് പപ്പായോട് പറഞ്ഞു, പെന്തക്കോസ്ത സഹോദരിമാര് വന്നു, ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. ദൈവം നിന്നെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പെന്തക്കോസ്തുകാരെ ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് വേണ്ട, പ്രാർത്ഥിക്കേണ്ട എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ മരിക്കാൻ പോകുകയില്ല, എങ്കിലും ദൈവമാണോ എന്ന് അറിയത്തില്ല, എങ്കിലും സൗഖ്യമാക്കുമെങ്കിൽ സൗഖ്യമാക്കട്ടെ എന്ന് പറഞ്ഞു. എങ്കിൽ നിങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവര് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, പപ്പായ്ക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അതുവരെ ബ്ലഡ് ഛർദ്ദിക്കാൻ, ബ്ലഡ് പൊക്കോണ്ടിരിക്കുകയും ചെയ്തു. പപ്പ ഇവര് കരയുന്ന ഒരു കാഴ്ച കണ്ടപ്പോഴത്തേക്ക് പപ്പയുടെ മനസ്സിൽ തോന്നി, എന്റെ ബന്ധുക്കാരോ സ്വന്തക്കാരോ ആരുമല്ല, ഇവര് ഞാൻ മരണമായിട്ട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്, എങ്കിലും ഇവര് വന്ന് എനിക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചല്ലോ. ദൈവമേ, നീ ജീവനുള്ള ദൈവമാണ്, എന്നെ സൗഖ്യമാക്കണമേ എന്ന് ഹൃദയത്തിൽ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സമയം തന്നെ പപ്പയുടെ ബ്ലഡ് ഛർദ്ദിക്കുന്ന അവസ്ഥയും മാറി, പപ്പയുടെ ബ്ലഡ് പോകുന്ന അവസ്ഥയും മാറി. അങ്ങനെ പപ്പ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ ദൈവം ഇടയാക്കി. അങ്ങനെ പപ്പ ദൈവവചനമൊക്കെ പഠിച്ച് ജോലിയൊക്കെ കളഞ്ഞ് ദൈവവചനം പഠിച്ച് കർത്താവിന്റെ വേലയിലായി. അനേകരെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഇടയാക്കി. ഞങ്ങളുടെ മമ്മിയാണെങ്കിലും ബ്രാഹ്മണ കുടുംബത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. കമൽ അമ്മാൾ എന്നാണ് പേര്. മമ്മിയുടെ മാതാവ്. മമ്മി രക്ഷിക്കപ്പെടുന്ന കാരണം വളരെ ചെറുപ്പത്തില് ഒരു സഹോദരി ഒരു ബൈബിള് കൊണ്ട് കയ്യിൽ കൊടുത്ത് 13 വയസ്സുള്ളപ്പോ തയ്യൽ പഠിക്കാൻ നേരം ബൈബിള് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, മോളെ, സത്യദൈവം ഒന്നേ ഉള്ളൂ, നീ ആ സത്യദൈവത്തെ ആരാധിക്കണം. ഈ ലോകത്തില് 33 ദൈവമുണ്ട്, അതൊന്നും ദൈവമല്ല. പക്ഷെ സത്യവാനായ ഇതിനെ എല്ലാം സൃഷ്ടിച്ച ദൈവം നിന്റെ അടുത്തുണ്ട്. ആ ദൈവത്തെ നീ
ഹൃദയത്തിൽ പറയണം. നിനക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ആ ദൈവത്തോട് പറയണം. ആ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക. നിന്റെ കാല് കല്ലിൽ തട്ടിയാല കൈ മുറിഞ്ഞാൽ, അന്ന് മമ്മി കുഞ്ഞാണ്, കാല് മുറിഞ്ഞാൽ പോലെ ആ കാലെടുത്ത് വെച്ച് പ്രാർത്ഥിക്കണം, ദൈവനെ സൗഖ്യമാക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് ദൈവം സൗഖ്യമാക്കും എന്ന് പറഞ്ഞ് അങ്ങനെ മമ്മി മഹാഭാരതവും രാമായണവും വായിച്ചുകൊണ്ടിരുന്ന ആ കാലങ്ങളില് ഹല്ലേലൂയ ഈ ബൈബിൾ എടുത്ത് പാത്ത് വെച്ചു. ബൈബിൾ കണ്ടു കഴിഞ്ഞാൽ മമ്മിയുടെ ആൾക്കാർ മുഴുവൻ മമ്മിയെ അവരുടെ കുടുംബം മുഴുവൻ കത്തിക്കും. അങ്ങനെ ഒരു വലിയ 10-80 വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. എന്നാലും മമ്മി ആ ബൈബിൾ എടുത്ത് പാത്ത് വെച്ചപ്പോ മമ്മിയുടെ അമ്മയ്ക്ക് വളരെയധികം രോഗമുണ്ടായി. മമ്മിയുടെ അമ്മ മരിച്ചു വീട്ടിൽ കൊണ്ടുവന്ന മമ്മി 11ാമത്തെ ഒരു വ്യക്തിയാണ്. വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് മമ്മി പെട്ടെന്ന് ഈ ദൈവത്തെ ഓർത്ത്, ഇങ്ങനൊരു സഹോദരി ഒന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞല്ലോ, തയ്യൽ പഠിപ്പിക്കുന്ന ടീച്ചർ വന്ന് പറഞ്ഞല്ലോ, സത്യവാനായ ഒരു ദൈവം ഉണ്ടല്ലോ, ആ ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും എന്നുള്ള ചിന്തയില് മമ്മി ഓടി. മാതാവിനെ വീട്ടിൽ കൊണ്ടുവന്ന് 2 കാലും കെട്ടി മൂക്കി പഞ്ഞിയൊക്കെ വെച്ച് ആത്മാവ് പോകുവാൻ വേണ്ടി സഹോദരന്മാര് പൂണൂലും ഇട്ട് തോർത്തുമുടുത്തായിരിക്കുന്ന അവിടെ സഹോദരിമാരെ അവിടെ കയറ്റത്തില്ല. പക്ഷെ മമ്മി കുഞ്ഞു കൊച്ചായതുകൊണ്ട് മമ്മി അവിടെ ചെന്ന് മുഴങ്കാലിൽ നിന്നിട്ട് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു, ദൈവമേ നീ ജീവനുള്ള ദൈവമാണെങ്കിൽ എൻ്റെ അമ്മ എനിക്ക് തരണം എന്ന് മമ്മി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച സമയത്തേക്ക് മറ്റുള്ളവർ ഓർത്ത് ഈ കുഞ്ഞ് എന്താ പറയുന്ന, സങ്കടം കൊണ്ട് പറയുന്നതായിരിക്കും, അവരുടെ അമ്മയല്ലേ മരിച്ചെന്ന് ഓർത്തും മമ്മി ആരും ഒന്നും പറഞ്ഞില്ല. മമ്മി ഇങ്ങനെ മുട്ടി നിന്നിട്ട് അമ്മയുടെ നെഞ്ചത്ത് ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു കുറെ നേരം കഴിഞ്ഞ് മമ്മി കണ്ണുനീരോടെ ഒഴുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 10-15 മിനിറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് മമ്മിയുടെ അമ്മ എഴുന്നേറ്റ് വെള്ളം ചോദിച്ചു. ഹല്ലേലൂയ. അങ്ങനെയാണ് എൻ്റെ മമ്മി ദൈവത്തെ അറിയുവാൻ കാരണമായത്. അത് കഴിഞ്ഞ് മമ്മിയുടെ അമ്മ 14 വർഷം ജീവിക്കുവാൻ ദൈവം ഇടയായി. മമ്മിയുടെ മാതാവും മമ്മിയുടെ പിതാവും മമ്മിയുടെ സഹോദരങ്ങളും എല്ലാം കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ ദൈവം ഇടയാക്കി. ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ മമ്മിയുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു. മമ്മി ഹൈസ്കൂൾ അധ്യാപികയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി പഠിച്ചു. എങ്കിലും മമ്മി ദൈവത്തിന്റെ ഒരു നിയോഗപ്രകാരം മമ്മിയും പപ്പയും ഹൈറേഞ്ചിലേക്ക് കടന്നു. അന്ന് ഇടുക്കി കടന്നു വരുമ്പോൾ അന്ന് വഴിയില്ല, വെള്ളമില്ല, പിന്നെ അതുപോലെ വാഹനമില്ല, ആർക്കും ഭക്ഷണമില്ല, ആനകളുടെ പ്രയാസമാണ്, ഒത്തിരി കാട്ടാനകളും കാട്ടുമൃഗങ്ങളുമാണ്. അതിനോട് പടവെട്ടി പപ്പയും മമ്മിയും കർത്താവിന്റെ വേല ചെയ്തു. ഹല്ലേലൂയ. മമ്മിക്ക് ഒത്തിരി കൃപകളും കൃപാവരങ്ങളും ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം 5 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ മമ്മി. ഒരു നേരമേ മമ്മി ഭക്ഷണം കഴിക്കത്തുള്ളൂ. ആരെങ്കിലും കടന്നു വന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ അതുപോലെ വീട്ടിലെ പൈശാചിക ബന്ധനത്തിലുള്ളവരെയും ഭ്രാന്തന്മാരെയും ചങ്ങലയിട്ടവരെയും 21 ഗുളിക കഴിച്ചിട്ട് പോലും ഉറക്കമില്ലാതെ കൊണ്ടുവന്ന ആൾക്കാരെ ചങ്ങല കൊണ്ടുവരുന്ന വ്യക്തികളെ പോലെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേക്ക് ദൈവം അവരെ സൗഖ്യമാക്കുന്ന ഒരു രംഗം ഞങ്ങൾക്ക് കാണുവാൻ ദൈവം ഇടയാക്കി. ഞങ്ങൾ 5 മക്കളും മമ്മിക്ക് ദൈവം കൊടുത്തു, മമ്മിക്കും പപ്പയ്ക്കും കൊടുത്തു. പപ്പയും മമ്മിയും രോഗസൗഖ്യം പ്രാപിക്കുന്ന ഒരു വ്യക്തിയാണ്. ആശുപത്രിയിൽ ആരും പോകണ്ട എന്ന് ഞാൻ പറയുന്നില്ല. രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമാണ്. എങ്കിലും ഇവരൊന്ന് വിശ്വാസത്തിൽ നിലനിന്നത് കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും മരുന്ന് തന്നിട്ടില്ല. ഞങ്ങൾ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാല് ഞങ്ങളെ മമ്മിയും പപ്പയും മടിയിലോട്ട് കിടത്തിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും. മമ്മിയുടെയും പപ്പയുടെയും കണ്ണുനീര് ഞങ്ങളുടെ ദേഹത്ത് വീണിട്ട് ഇങ്ങനെ കരയും, കർത്താവേ ഈ കുഞ്ഞ് പാപം ചെയ്യല്ല, ഇവള് കണ്ണുകൊണ്ട് പാവം ചെയ്യല്ല, ഇവള് കൈകൊണ്ട് പാവം ചെയ്യല്ല, ഇവള് കാലുകൊണ്ട് പാവം ചെയ്യല്ല, അങ്ങനെ പാവം ചെയ്ത് ഇവള് നരകത്തിൽ പോകുന്നതിനേക്കാളധികം ഇവളെ സ്വർഗത്തിൽ എടുത്തോ എന്നാണ് അവര് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഞങ്ങളെ 5 മക്കളെ നല്ല രീതിയിൽ ഞങ്ങളെ പഠിപ്പിച്ചു. എൻ്റെ മൂത്ത സഹോദരന് നല്ല വിദ്യാഭ്യാസം കൊടുത്തു. ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്തു. കാരണം ഞാൻ പ്രീ ഡിഗ്രി 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ ഡിഗ്രി എടുത്ത് പിന്നെ TTC പഠിച്ചു. പിന്നെ ടീച്ചറായിട്ട് ജോലി ചെയ്തു. ദൈവത്തിന്റെ ഒരു പ്രത്യേക ശബ്ദം കേട്ടുകൊണ്ട് ഞാൻ ബൈബിൾ കോളേജ്, ഇന്ത്യ സഹോദരി സമാജം ബൈബിൾ കോളേജ് കുമ്പനാട് 2000 ഞാൻ ഗ്രാജുവേറ്റ് ആകുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. അങ്ങനെ ഞങ്ങളെ എല്ലാം ഓരോരോ വഴിക്ക് വിട്ടു. എൻ്റെ അനിയത്തി നേഴ്സായിരുന്നു, അവരും കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അതിന്റെ ഇളയ സഹോദരൻ കുടുംബമായിട്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. പലപ്പോഴും പലരും ഞങ്ങളോട് ഇങ്ങനെ സുവിശേഷവുമായിട്ട് ഞങ്ങൾ കടന്നു പോകുമ്പോഴത്തേക്ക് പറയും, നിങ്ങൾക്ക് യാതൊരു പണിയും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്, നിങ്ങൾ വയറ്റിപ്പിഴപ്പിന് വേണ്ടിയാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയത് എന്ന് പറയും. അതിനകത്തേക്ക് ഞാൻ അവരോട്, ഞങ്ങള് കത്തോലിക്കക്കാരുടെയും ഹിന്ദു മാർഗത്തിലുള്ളവരുടെയും മുസ്ലിംസ്
അങ്ങനെയുള്ളവരുടെ അടുത്തൊക്കെ ഞങ്ങൾ പോകും. എന്തിനാണെന്നറിയാം, ഞങ്ങൾ എല്ലാ പണിയും കഴിഞ്ഞ് പരസ്യയോഗമായിട്ട് അല്ലാതെ വിസിറ്റിംഗ് ആയിട്ടും ഫീൽഡ് വർക്കായിട്ടും പോകും. അങ്ങനെ ചെന്നിരിക്കുക. ഒരു ദിവസം ഒരു വീട്ടിൽ കടന്നുപോയപ്പോഴത്തേക്ക് കഥകെ തട്ടിയപ്പോ പറഞ്ഞു ഒരു കത്തോലിക്ക കുടുംബമാണ്. അന്നേരത്തേക്ക് അവര് കഥക് വലിച്ചടച്ച് അച്ഛൻ പറഞ്ഞു നിങ്ങളെല്ലാം കള്ളന്മാരാണ്, നിങ്ങളെ ഇവിടെ കയറ്റരുതെന്ന് ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അവിടെ തന്നെ നിന്നിട്ട് ഞങ്ങൾ പിന്നെയും ചോദിച്ചു ഒരു ഗ്ലാസ് വെള്ളം തരാവോ, വെള്ളം പിന്നെയും അവര് ഞങ്ങൾ ബെല്ലടിച്ചു ഒരു ഗ്ലാസ് വെള്ളം തരാമോ എന്ന് ചോദിച്ചു. വെള്ളം തരാം എന്ന് പറഞ്ഞു. വെള്ളം ഞങ്ങൾ മേടിച്ചു കുടിച്ചു. അന്നേരത്തേക്ക് ഞാൻ എടുത്ത് പോയി ചോദിച്ചു ഞങ്ങൾ പെന്തക്കോസ്തുകാരെല്ലാം കള്ളന്മാരെന്ന് സാറിനോട് ആരാ പറഞ്ഞ? ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഏതെങ്കിലും പെന്തക്കോസ്തുകാരന്മാര് കള്ളന്മാരാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും പെന്തക്കോസ്തുകാരന്മാര് കള്ളന്മാരായിട്ട് ജയിലിൽ പിടിച്ച് കിടന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചില കാര്യം ചോദിച്ചു. ഞങ്ങൾക്ക് വേറെ ജോലി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നത്? അല്ലേലും അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ കർത്താവായി യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കത്തോലിക്ക ഭവനത്തിൽ ഞങ്ങൾ കടന്നുപോയി. ചില കാര്യങ്ങൾ വളരെ ശക്തമായി ഞങ്ങൾ സംസാരിച്ചു. അവര് കർത്താവായി യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ കർത്താവ് കൃപ തന്നു. അതിനുശേഷം പിന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ 2 കാലും തളർന്നുപോയ ഒരു വ്യക്തിയാണ്. ദൈവം തളർവാദ രോഗികളെ സൗഖ്യമാക്കുന്ന കർത്താവ്. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ അങ്ങനെ കാണുന്ന തളർവാദ രോഗികളെ ദൈവം സൗഖ്യമാക്കുന്നു. കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുന്നു. തളർന്നവരെ കണ്ണ് കാണാത്തവർക്ക് കണ്ണ് ദൈവം കാഴ്ച കൊടുക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നു എന്നൊക്കെ നമ്മൾ കാണുകയും വായിക്കുകയും ചെയ്യും. പക്ഷെ അത് വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നൊക്കെ കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ടെന്ന് എനിക്കറിയാം. ജാതി മത ഭേദമന്യേ പലരും എന്നെ കേൾക്കുന്നുണ്ടെന്നറിയാം ഈ ടിവിയിലൂടെ. അങ്ങനെ പലരുടെ അനുഭവങ്ങൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. എന്റെ 2 കാലം തളർന്നുപോയ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മധ്യത്തിൽ ഇരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ പോളിയോ, എന്റെ മമ്മി ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് പോളിയോ കൊടുക്കുവാൻ ആൾക്കാര് വീട്ടിൽ കടന്നു വന്നു. അന്നേരം മമ്മി പറഞ്ഞു പോളിയോ കൊടുക്കണ്ട, ഞാൻ യേശുവിന്റെ രക്തം ഇവർക്ക് ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ട്. മമ്മി ഭയങ്കര വിശ്വാസമായിരുന്നു. മൂക്കം പാമ്പ് കടിച്ചിട്ട് പോലും മരുന്നെടുക്കാതെ വിശ്വാസത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് എന്റെ മമ്മി. ഹല്ലേലൂയ. മമ്മി എന്റെ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദേശത്ത് എന്തെങ്കിലും സംഭവം നടക്കുന്ന കണ്ടെങ്കിൽ മമ്മി നേരത്തെ അത് കാണും. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഉപവസിക്കും. ഹല്ലേലൂയ. ഒരു ദിവസം ഒരു നേരം ഭക്ഷണം കഴിക്കും. എന്നിടത്തേക്ക് പറഞ്ഞു എന്റെ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കും 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് അന്ന് ഭയങ്കര തണുപ്പാണ്. ഒരു മനുഷ്യനെ കാണാൻ പറ്റത്തില്ല. ഭയങ്കര കോട മഞ്ഞാണ്. അങ്ങനെ ഇരുന്ന സമയത്ത് എന്റെ 2 കാലും തളർന്നുപോയ സമയത്ത് പലരും മമ്മിയെ കുറ്റപ്പെടുത്തി പോളിയോ കൊടുക്കാഞ്ഞിട്ടാ കുഞ്ഞിന്റെ കാല് തളർന്നു പോയത് എന്ന് പറഞ്ഞു. എന്നിട്ട് അവരോട് പറഞ്ഞു മമ്മി ഇങ്ങനെ പറഞ്ഞു അവള് 2 കാലും ഉണ്ടായിട്ട് അവള് നടന്ന് ദൈവനാമം ദൂഷിപ്പിച്ച് നരകത്തിൽ പോകുന്നതിനേക്കാൾ അവള് തളർന്നു കിടന്ന് അവള് സ്വർഗത്തിൽ പൊക്കട്ടെ എന്ന് പറഞ്ഞു. എങ്കിലും മമ്മിയുടെ വിശ്വാസം വലുതായിരുന്നു. അങ്ങനെ ഇരിക്കേണ്ട 2 കാലം തളർന്നു പോയി. പരസഹായമില്ലാതെ എനിക്ക് നടക്കുവാൻ കഴിയത്തില്ല, ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനെ ഇരുന്നപ്പോ ഞങ്ങളുടെ ഭവനത്തില് എന്റെ പപ്പ ചൊവ്വാഴ്ച ഐക്യ കൂട്ടായ്മ നടത്തി. പെന്തക്കോസ്തുകാരും IPC കാരും ഷാരോങ്കാരും മേജിക്കാരും മറ്റുള്ള ക്രൈസ്തവരും എല്ലാവരും കൂടെ കടന്നു വരുന്ന മീറ്റിംഗ് എല്ലാ ചൊവ്വാഴ്ച നടക്കുവാൻ ദൈവം പപ്പായ്ക്ക് ഒരു മനസ്സ് തോന്നി. അങ്ങനെ ഒത്തിരി പേര് അവിടെ കടന്നു വന്ന് അല്ലെങ്കിൽ വിടുതൽ പ്രാപിക്കുവാൻ ദൈവം ഇടയാക്കി. അനേക രോഗികൾ സൗഖ്യമായി. അനേക പൈശാചിക ബാധ പിടിച്ചൊരു പുറത്തു പോകുന്നത് കണ്ടു. അനേകർ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത് കണ്ടു. അങ്ങനെ ഇരിക്കെ എന്റെ മമ്മിയുടെ ഒരു അമ്മച്ചി ഇങ്ങനെ കടന്നു വന്നു. അമ്മച്ചി കൈ തളർന്ന ഒരു അമ്മയാണ്. അവിടെ കടന്നു വന്ന് പ്രാർത്ഥനയിൽ ഇങ്ങനെ പങ്കെടുത്തപ്പോഴത്തേക്ക് ഒരുവന് വേണ്ടി പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് സൗഖ്യമുണ്ടാകും എന്ന് പറഞ്ഞു. ഇന്നത്തെ പോലെയൊന്നുമല്ല. അന്ന് എന്തെങ്കിലും ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് നടത്തി കഴിയുമ്പോഴത്തേക്ക് തമ്മിൽ എന്തെങ്കിലും ഭാരങ്ങളോ പാപങ്ങളോ തെറ്റുകുറ്റങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാവരും എഴുന്നേറ്റ് ക്ഷമ പറയും. അങ്ങനെ ക്ഷമ പറഞ്ഞുകൊണ്ടിരിക്കെ ഞാൻ എന്റെ റൂമിൽ ഇങ്ങനെ കിടക്കുകയാണ്. പപ്പയും മമ്മിയും എല്ലാവരും ഹോളിൽ ഇരുന്ന് ആരാധിക്കണം. സഹോദരങ്ങളെല്ലാം ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ദൈവത്തിന്റെ ഒരു വലിയ സാന്നിധ്യം അവിടെ വന്ന് തളർന്ന പോയ അമ്മ കൈയടിച്ച് ആരാധിക്കുന്നത് കണ്ടു. ഭയങ്കര ശക്തമായിട്ട് ആരാധിച്ചു. ആരാധനയെങ്കിൽ വിടുതലുണ്ട് എന്നുള്ള ഇതില് അമ്മ ആരാധിച്ചു. എന്റെ പപ്പ അന്നേരം ഇത് കണ്ടു. കർത്താവേ, എന്റെ മോള്
രണ്ടു കാലം തളർന്നു പോയല്ലോ. ദൈവമേ, അവളൊരു പെൺകുഞ്ഞാണ്, മമ്മി അവക്ക് മരുന്ന് കൊടുക്കത്തില്ലല്ലോ. ദൈവമേ, ഈ മാതാവിനെ സൗഖ്യമാക്കിയ കർത്താവ് എന്റെ മോളെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പതുക്കെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കെ ഞാൻ റൂമിൽ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് വലിയൊരു പ്രകാശം എന്റെ റൂമിലേക്ക് കടന്നു വന്നു. റൂമിൽ കടന്നു വന്ന് എനിക്കറിയില്ല, എന്റെ മുട്ടിന്റെ മുകളിൽ ആ പ്രകാശം വന്നു. ഒരു വലിയ ശബ്ദത്തോടെ എന്റെ മുട്ട് രണ്ടിങ്ങനെ വളഞ്ഞ് പിള്ളവാദം ബാധിച്ച് കിടക്കുക. എന്റെ രണ്ടു കാലും നിവർന്നു. ദൈവം എത്ര നല്ലവൻ, ഹല്ലേലൂയ. ഇനി ഒരു ചെറിയ ശബ്ദം കിട്ടും, നീയും പോയി പ്രാർത്ഥനയ്ക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാനും പോയി പ്രാർത്ഥനയ്ക്ക് പോയി. അങ്ങനെ രണ്ടു കാലം തളർന്ന് 2 മാസമായി കിടക്കയിലായിരുന്ന എന്നെ ദൈവം പൂർണ്ണ സൗഖ്യം പ്രാപിച്ച കർത്താവിന് വേണ്ടി ഇപ്പോൾ ഞാൻ ഓടി നടന്ന് ദൈവത്തിന്റെ വേല ചെയ്യുവാൻ ദൈവം എനിക്ക് കൃപ തന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് രക്ഷിക്കപ്പെടുന്ന അനുഭവം. ഞാനൊരു പെന്തക്കോസ്ത് പാസ്റ്ററുടെ മകളായിട്ട് ജനിച്ചു എന്നാലും ഞാൻ പാപം ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കുന്നുണ്ട്, ബൈബിള് വായിക്കുന്നുണ്ട്, പിന്നെ ആരാധനയ്ക്ക് പോകുന്നുണ്ട്, മറ്റുള്ള യാതൊന്നും ചെയ്യുന്നില്ല. എങ്കിലും ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നുള്ള ചിന്തയായിരുന്നു ഞങ്ങൾക്കെല്ലാം. ഞങ്ങൾ ഷാരോ ഹോളിലേക്ക് ഞങ്ങൾ BBSന് കടന്നുപോയി. അന്ന് 1990 BBSന് കടന്നുപോയ സമയത്ത് അവിടുത്തെ ഡയറക്ടർ ആയിരിക്കുന്ന ഗുഡ് ന്യൂസിന്റെ ഡയറക്ടർ ആയിരിക്കുന്ന പ്രിയച്ച ഞങ്ങളോട് പറഞ്ഞു, പാസ്റ്റർമാരുടെ മക്കളെല്ലാം എഴുന്നേക്കാൻ പറഞ്ഞു. ഞങ്ങളെല്ലാം എഴുന്നേറ്റ്, കുറെ പാസ്റ്റർമാരുടെ മക്കളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, നിങ്ങൾ ആരും സ്വർഗത്തിൽ പോകത്തില്ല എന്ന് പറഞ്ഞു. അന്ന് ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അന്നേരം ഞാൻ ചോദിച്ചു, അതെന്താ അപ്പച്ചാ ഞങ്ങൾ ആരും സ്വർഗത്തിൽ പോകാത്ത, ഞങ്ങൾ പാപമൊന്നും ചെയ്യുന്നൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് പറഞ്ഞു, നിങ്ങൾ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചോ എന്ന് ചോദിച്ചു. ഇല്ല, നിങ്ങളുടെ പപ്പായും മമ്മിയൊക്കെ കർത്താവിന്റെ വേല ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ പാസ്റ്റർമാരുടെ മക്കളാണെങ്കിലും കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചാൽ മാത്രമേ നിങ്ങൾ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ റോമാലേഖനം 10ാം അധ്യായം ഞങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു. അത് സ്നാനപ്പെടുന്ന കാര്യമൊക്കെ ഞങ്ങളോട് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര പേടി, കാരണം 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഭയങ്കര പേടിയായപ്പോഴത്തേക്ക് കർത്താവേ, ദൈവം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പോകുകയല്ലോ, അന്ന് ഭൂകമ്പം ഉണ്ടാകുന്നു, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നു. അന്നേരം ഇത് കർത്താവ് വരുന്ന ലക്ഷണങ്ങളാണെന്നൊക്കെയുള്ള ചിന്ത കയറി വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് പപ്പയോടും മമ്മിയോടും പറഞ്ഞു, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു. അന്ന് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു. അന്നേരം പറഞ്ഞു, രക്ഷിക്കപ്പെട്ടവര് പെട്ടെന്ന് സ്നാനപ്പെട്ടോണെന്ന് പറഞ്ഞു. രക്ഷിക്കപ്പെട്ടവരെല്ലാം മരിച്ചവരെ കൊണ്ട് അടക്കിക്കോണമെന്ന് പറഞ്ഞു. അത് അടക്കം പറഞ്ഞ സ്നാനമാണ്, സ്നാനപ്പെട്ടോണമെന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് പപ്പായെയും മമ്മിയെന്നൊക്കെ വളരെ സന്തോഷത്തോടെ ചെന്ന് വിളിച്ചു ഞങ്ങളെ സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞു. നിങ്ങൾ കൊച്ചു പിള്ളേരാണ്, നിങ്ങൾ അറിവില്ലാത്തവരാണ്, നിങ്ങളെ തെറ്റ് ചെയ്യുന്നൊന്നും ഇല്ലല്ലോ, നിങ്ങൾ മരിച്ചാൽ സ്വർഗത്തിൽ പോകും എന്നൊക്കെ പറഞ്ഞു. അന്നേരത്തേക്ക് എടുത്ത വഴി ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ മരിച്ചു പോയാൽ ഞങ്ങളുടെ ആത്മാവിന്റെ വില പപ്പായും മമ്മിയും കൊടുക്കണമെന്ന് പറഞ്ഞു. ഉടനെ അവര് മേടിച്ചു. അന്ന് രാത്രി വേറെ 2-3 പേരും എന്റെ അനിയത്തിയും ഞാനും കൂടെ പോയി. ഞങ്ങളെ 1990 മാർച്ച് മാസം 27-ാം തീയതി ഒരു പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഒരു ആറ്റിക്കൊണ്ട് ഞങ്ങളെ പോയി സ്നാനപ്പെടുത്തുവാൻ ദൈവടിയാക്കി. അതിന് മുമ്പേ തന്നെ ഞങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാൻ ദൈവം കൃപ തന്നു. ആ ദൈവത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. അതിനുശേഷം ഹയർ റേഞ്ചിലും ഒത്തിരി സ്കൂളുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ 7ാം ക്ലാസ് തൊട്ട് എറണാകുളം ബദേലിയിലാണ് പഠിക്കാൻ കടന്നുപോയത്, ഗ്രീറ്റ്സ് അക്കാഡമിയില്. അവിടെ തോമസ് വടക്കേക്കുറ്റ് സാർ നടത്തുന്ന അനാഥാലയത്തിലാണ് പാസ്റ്റർമാരുടെ മക്കളെയും അനാഥ കുഞ്ഞുങ്ങളെയുമാണ് അവിടെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ കടന്നുപോയി. 5 നില കെട്ടിടമാണ്. അവിടെ ഓരോ കുട്ടികൾക്ക് ഓരോ സ്പോൺസർമാരുണ്ട്. അങ്ങനെ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെയും ദൈവത്തിന്റെ നാമം ഉയർത്തുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. ദൈവത്തിന്റെ ഒരു പ്രത്യേക കൃപ എനിക്കുള്ളത് കൊണ്ട് ഞാൻ എല്ലാവരെയും സോഷ്യലായിട്ട് കാണും. അവിടെ വരുന്നവരെ എല്ലാവരെയും ഞാൻ ഒരേപോലെ സ്നേഹിക്കും. അതുകൊണ്ട് വാർഡന്മാർക്കും ടീച്ചർമാർക്കും 10,000 കുട്ടികൾക്കും എല്ലാം എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരിക്കെ എന്നെ അതിന്റെ ലീഡറാക്കി കഴിഞ്ഞതിന് ശേഷം ഈ ഒത്തിരി കുഞ്ഞുങ്ങളെ അനാഥ കുഞ്ഞുങ്ങളെ പോയി എടുക്കുവാനും അവരെ കൊണ്ട് വളർത്തുവാനും അമേരിക്കയിലൊക്കെ വിടുവാനൊക്കെ അതിനൊക്കെ ലീഡറാക്കി. എന്നെയും വേറൊരു കൊച്ചിനെ അവിടെ ഞങ്ങളെ ആക്കിയതിന് ശേഷം ഞങ്ങള് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. എങ്കിലും ഞങ്ങൾ അനേകരോട് സുവിശേഷം പറയുമായിരുന്നു. ഞങ്ങൾ വളരെ ചെറുപ്പമാണെന്ന് പറഞ്ഞാലും ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ട്രാക്ട് ഉണ്ടാകും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടുകാരുടെ എല്ലാം കയ്യിൽ ട്രാക്ട് കൊടുക്കും. എന്നിട്ട് അവരോട് പറയും, വായിക്ക് കർത്താവ് വരും, നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പോകണം. അങ്ങനെ അനേക കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെടും. അന്നേരം പാസ്റ്റർമാരുടെ മക്കളാണല്ലോ, ഞാൻ ഇവിടുന്ന് എറണാകുളത്താണല്ലോ പഠിക്കുന്നത്. അങ്ങനെ എനിക്ക് സ്കൂൾ വിദ്യാഭ്യാസ കാലങ്ങളിൽ എനിക്ക് കുറെ പേര് പറഞ്ഞു, നിന്നെ കാണാൻ നല്ല സുന്ദരിയാണ്, ആഭരണം കൂടെ ഇട്ട് കഴിഞ്ഞാൽ എന്നാ രസമാണെന്ന് കാണാവോ, ഞങ്ങൾ ആഭരണം മേടിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞാൽ 2-3 പെൺകുഞ്ഞുങ്ങൾ പോയി ആഭരണമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു, ഞാനൊരു പാസ്റ്റർ മകളാണ്, അതുമല്ല ഞാൻ ദൈവത്തെ ധരിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് ആഭരണം വേണ്ട, നിങ്ങൾ ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ഒത്തിരി പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു.
എങ്കിലും പപ്പയും മമ്മിയും കാണുന്നില്ല എന്നുള്ള ചിന്ത അല്ല, ദൈവം ഞങ്ങളെ കാണുന്നു എന്നുള്ള ചിന്ത ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കിയാണ് പല ബന്ധക്കോസ്ത് കുഞ്ഞുങ്ങളും മറ്റുള്ളവരും മാതാപിതാക്കളെ വിട്ട് കഴിയുമ്പോൾ അവർ കാണിക്കാത്ത എല്ലാ പരിപാടിയും അവർ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവം കാണുന്നുണ്ട്. നമ്മളെ ദൈവം കാണുമ്പോൾ ദൈവം എങ്ങനെയൊക്കെയാണ് നമ്മളെ കാണുന്നത്? ഇന്ന് കർത്താവ് വന്നാൽ നമ്മൾ കൈവിടപ്പെട്ടു പോകുമോ എന്ന് നാം ചിന്തിക്കണം. അല്ലെങ്കിൽ ഞാൻ ഒത്തിരി ഓടി, അത് പെന്തക്കോസ്തുകാരാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത ഒരു വ്യക്തി പോലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിൽ പോകുകയില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങൾ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം. റോമാലേഖനം 10-ാം അധ്യായത്തിൽ കർത്താവിന്റെ രക്ഷിക്കപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പെന്തക്കോസ്തുകാരിയായിട്ട് ജനിച്ചത് കൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകണമെന്നില്ല. കാരണം ഒരിക്കലും ആരെയും പെന്തക്കോസ്തുകാരിയായിട്ട് ദൈവം ജനിപ്പിച്ചിട്ടില്ല. ഞാൻ പലരോട് സുവിശേഷം പറയുമ്പോഴേ, നിങ്ങൾ കത്തോലിക്ക വീട്ടിൽ ജനിച്ചത് കൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ കത്തോലിക്കക്കാരായിട്ട് വളർത്തുന്നു. നിങ്ങൾ മുസ്ലിം വീട്ടിൽ ജനിച്ചത് കൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ മുസ്ലിമായിട്ട് വളർത്തുന്നു. നിങ്ങൾ ഹിന്ദു വീട്ടിൽ ജനിച്ചതുകൊണ്ട് നിങ്ങൾ ഹിന്ദുവായിട്ട് വളർത്തുന്നു. അതുകൊണ്ട് കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിനെ അറിയണം. ഒരു മതമേ നമുക്കുള്ള ആ കർത്താവിന്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ജാതി മതവും അവിടെ ഇല്ല. അതുകൊണ്ട് നമ്മൾ കർത്താവ് വരുമ്പോൾ സ്വർഗരാജ്യത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ ഒത്തിരി പേര് കർത്താവിനെ അറിയുവാൻ ദൈവം ഇടയാക്കുന്ന ഈ കാലങ്ങളിൽ അങ്ങനെ ഒരുപാട് പേരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം എന്നെ കൊണ്ട് ഇടയാക്കുന്നു. ആ ദൈവത്തിന് ഞാൻ സർവ്വമാനവും മഹത്വവും പറയുന്നു. ഹല്ലേലൂയ. അങ്ങനെ 8-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വളരെ ഒരു അസുഖമുണ്ടായി. ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ബ്ലഡ് ഛർദ്ദിച്ചു. എന്റെ കയ്യും കാലും ഇങ്ങനെ ചുരുണ്ടുപോയി. പെട്ടെന്ന് ഞാൻ അവിടെ അനാഥാലയത്തിലെ അവിടെ ഗ്രീസ് അക്കാഡമിയിലാണ് വളരുന്നുണ്ട്. പെട്ടെന്ന് അവരെന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അവര് പറഞ്ഞു, ഈ കുഞ്ഞ് ഒരിക്കലും രക്ഷപ്പെടത്തില്ല, ഇത് മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ്. അന്ന് ഫോണില്ല, പിന്നെ അല്ലെ ഫോണുണ്ട്, ലാൻഡ് ഫോണേ ഉള്ളൂ, അല്ലാത്ത ഫോണൊന്നുമില്ല, എഴുത്തുമാർഗം ഒക്കെ ഉള്ളു. ഇന്നത്തെ ഒരു സൗകര്യം ഇല്ല. അങ്ങനെ ഇരിക്കെ എന്നെ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു. ഞാൻ എട്ടിപ്പടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എറണാകുളത്ത് ഒരു ആശുപത്രിയിൽ എന്നെ കൊണ്ടുപോയി. ആശുപത്രിക്കാരെല്ലാം എന്നെ വിളിച്ചു. ഞാൻ എപ്പോഴും ഛർദ്ദിക്കും, ബ്ലഡ് ഛർദ്ദിക്കും, കൈകാലുകളെല്ലാം ഇങ്ങനെ കുഴഞ്ഞ് ഞാൻ വല്ലാത്തൊരവസ്ഥയിലാകും. അത് കഴിച്ച് ലാസ്റ്റ് എന്നെ ഐസിയുവിലേക്ക് കൊണ്ടാക്കി. കാരണം മരണത്തോട് മല്ലിട്ടപ്പോൾ പപ്പായൊക്കെ അവിടെ കൊണ്ടുവന്ന്, അവിടുന്ന് ആൾക്കാര്, എറണാകുളത്ത് നിന്ന് ആൾക്കാര് വീട്ടിൽ വന്ന് അവിടെ നിന്ന് പപ്പയും മമ്മിയും കടന്നു വന്നു. അല്ല, പപ്പയും സഹോദരനും അവിടെ കടന്നു വന്നു, എറണാകുളത്ത് കടന്നു വന്നു. അതിനു മുമ്പേ ഐസിയുവിൽ കിടന്നപ്പോഴത്തേക്ക് എന്നോട് ഡോക്ടർ ചോദിച്ചു, മോടെ ആഗ്രഹം എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊരു ബൈബിള് വേണം എന്ന് പറഞ്ഞു. തൊട്ടപ്പുറത്തും ഇപ്പുറത്തും കിടന്നവരെല്ലാം മരിക്കുക. അന്ന് എല്ലാരും ഐസിയുവിൽ കിടക്കുന്നവരെല്ലാം മരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നോക്കുമ്പോ എല്ലാവരുടെയും ബോഡി എടുത്തോണ്ട് പോവാ. അന്നേരത്തേക്ക് പറഞ്ഞു, മോടെ ആഗ്രഹം എന്താ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊരു ബൈബിള് തരാമോ, എനിക്കത് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. പിന്നെ എന്റെ പപ്പയെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. ബൈബിൾ എടുത്തോണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചു. ശവ 43:1 ഇപ്പോഴോ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. അതുപോലെ നീ വെള്ളത്തിൽ കൂടി നടന്നാൽ അത് മുക്കിക്കളയുകയില്ല, അഗ്നിജ്വാല നിന്നെ മുക്കിക്കളയുകയില്ല. ഈ രോഗം നിനക്ക് വന്നത് നീ മരിക്കാനല്ല. അങ്ങനെയൊക്കെ ദൈവം എന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വളരെ ശക്തമായ ഒരു സന്തോഷം ഉണ്ടായി. ഞാൻ ബൈബിളൊക്കെ മടക്കി ഡോക്ടറുടെ കയ്യിൽ കൊടുത്ത്, അത് കഴിഞ്ഞ് പിന്നെ അവര് മരുന്നൊക്കെ തന്ന്, കാരണം ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് പപ്പയൊക്കെ വന്നപ്പോ എന്നെ പെട്ടെന്ന് ഡിസ്ചാർജ് ആക്കി അവര് വീട്ടിൽ കൊണ്ടുപോയതിന് ശേഷം ഞാൻ ചെല്ലുന്നതിന് മുമ്പ് അവിടെ പന്തലൊക്കെ ഇട്ട്, അവിടെ നേരത്തെ അറിഞ്ഞത് എന്റെ ബോഡിയാണ് അവിടെ ചെല്ലുന്നത് എന്നാണ് അവരറിഞ്ഞത്. പന്തലൊക്കെ ഇട്ട് ഇങ്ങനെ ബോഡിയും കാത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ ചെന്ന് കയറുന്നത്. കാരണം ഒത്തിരി പേര് ഓടി വരുന്നു, വണ്ടികളൊക്കെ വരുന്നു. എന്നെ കൊണ്ടിറക്കിയ സമയത്ത് ആൾക്കാരെല്ലാം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാ പപ്പ ഇങ്ങനെ പന്തലിട്ടേക്കുന്ന ചോദിച്ചപ്പോ പറഞ്ഞു, ഇവിടെ മരണം എല്ലാരും പറഞ്ഞ മോള് മരിച്ചു ബോഡിയാ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഇങ്ങനെ പന്തലിട്ടേക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് ജീവനോടെയാണ് കയറിയത്. അപ്പൊ ജനമെല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ എല്ലാവരും പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അന്ന് വന്നവരെല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ മമ്മി ഭയങ്കര തീഷ്ണതയുള്ള ഒരു വ്യക്തിയാണ്. എന്നോട് ചോദിച്ചു, മോളെ നീ മരുന്ന് എടുത്തോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എടുത്തെന്ന് പറഞ്ഞു. നിന്റെ ബാഗിൽ മരുന്നുണ്ടോ ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. എടുത്ത് ദൂരെ കളയുവാണെങ്കിൽ നീ അകത്തോട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞു. ഇല്ല, നീ കയറണ്ട, നീ വന്ന വഴി അങ്ങ് പൊക്കോളാൻ പറഞ്ഞു. മമ്മി അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണ്. അന്നേരം പപ്പ പറഞ്ഞു, 10,000-3000 രൂപയുടെ മരുന്നൊക്കെ ഉണ്ട്, നീ എന്താ പറഞ്ഞ കൊച്ചിന് ഒട്ടും മേല. പപ്പയ്ക്ക് അത്രയും വിശ്വാസമില്ല. എങ്കിൽ പ്രാർത്ഥിക്കത്തുമില്ല എന്ന്
പറഞ്ഞ് മമ്മി അകത്തോട്ട് കയറിപ്പോയി. അന്നേരത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, ഞാൻ രണ്ടിനാൾ ഞെരുങ്ങി. പപ്പായുടെ സൈഡ് നിൽക്കണം, മമ്മിയുടെ സൈഡ് നിൽക്കണം, മരുന്ന് കഴിക്കണം, മരുന്ന് കഴിക്കണ്ട, ഇങ്ങനെ വെള്ളാത്തൊരവസ്ഥയിലെടുത്തപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് മരുന്ന് വേണ്ട മമ്മി, പപ്പ മരുന്നെടുത്ത് ആർക്കെങ്കിലും കൊടുത്തോളാൻ പറഞ്ഞു. ഞാൻ അന്നേരം മമ്മി പറഞ്ഞു എങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ കിടന്നു. വീട്ടിൽ വന്നിട്ടും ഒത്തിരി ഒരു 10-21 ദിവസത്തോളം ഞാൻ ബ്ലഡ് ഛർദ്ദിച്ചു. ഒത്തിരി പേര് കടന്നു വന്നു സെന്ററിൽ. അന്ന് സെന്റർ തുടങ്ങി. പപ്പ 10-16 സഭ പപ്പയുടെ കീഴിലുണ്ടായി. പപ്പ സെന്റർ പാസ്റ്ററായി. എങ്കിലും ദൈവം വളരെ ശക്തമായി സംസാരിച്ചു. അനേകർ മാനസാന്തരപ്പെടുവാൻ വേണ്ടിയാണ് കുഞ്ഞിന് ഈ രോഗം ഉണ്ടായത്. അവരെല്ലാം വീട്ടിൽ കടന്നു വന്ന് അവർ പ്രാർത്ഥിച്ചു. അങ്ങനെ എന്നെ പോലെ അനേകർക്ക് അങ്ങനെ അസുഖം ഉണ്ടായി. അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് ദൈവം സൗഖ്യമായി, ദൈവ സൗഖ്യം കൊടുത്തു. അതിനുശേഷം എന്റെ വിദ്യാഭ്യാസം 10ാം ക്ലാസ് കഴിഞ്ഞേച്ച് 10ാം ക്ലാസ്സിന് മുമ്പേ വരെ ഞാൻ അഡ്വക്കേറ്റ് ആകണം എന്നുള്ള ആഗ്രഹത്തിലൂടെ പഠിച്ചൊരു വ്യക്തിയാണ്. വക്കീലായി കഴിഞ്ഞാൽ ഒത്തിരി വാദിക്കാമല്ലോ. പെന്തക്കോസ്ത് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. വക്കീലൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വാദിച്ച് ജോലിയൊക്കെ ചെയ്ത് പപ്പാടെ കൈ കാശൊക്കെ കൊടുക്കാന്നുള്ള ചിന്തയിലാണ് ഞാൻ കുഞ്ഞിലെ അങ്ങനെ വളർന്നു വന്നത്. അന്നേരം അവര് പഠിപ്പിക്കുകയും ചെയ്തോളും, ഞാൻ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട്. അന്നേരത്തേക്ക് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് മഹാത്മാഗാന്ധിയുടെ എന്റെ സത്യാന്വേഷണ പുസ്തകം വായിച്ചപ്പോഴത്തേക്ക് വക്കീലാകണമെങ്കിൽ കള്ളം പറയണം, കള്ളം പറയുന്നവർ സ്വർഗത്തിൽ പോകത്തില്ല. കാരണം നിരപരാധികളെ കുറ്റക്കാരായവരെ നിരപരാധികളാക്കണം. അപ്പൊ കർത്താവെ ഞാൻ ഇനി എന്നാ ചെയ്യണം? അയ്യോ എന്റെ ദൈവമേ, ഞാൻ സ്വർഗത്തിൽ പോത്തില്ലല്ലോ കള്ളം പറഞ്ഞാല്. ഈ വക്കീലെന്ന് പറഞ്ഞ പഠിക്കുവാണെങ്കിൽ ശരിയാ, ജോലിയൊക്കെ കിട്ടും, കാശൊക്കെ കിട്ടും, എനിക്ക് സ്വർഗത്തിൽ പോകണമല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ ആ പരിപാടിയെല്ലാം മാറ്റിവെച്ചു. പിന്നെ ഞാൻ പഠിത്തമൊക്കെ ഉഴപ്പിയതിന് ശേഷം പിന്നെ ഞാൻ ടീച്ചറാകാനുള്ള പഠിത്തം പഠിച്ചു. അങ്ങനെ പിന്നെ 10ാം ക്ലാസ് പാസ്സായി. അത് കഴിഞ്ഞ് ടീച്ചർ ആകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളോടൊക്കെ സുവിശേഷം പറയാൻ പറ്റുമല്ലോ എന്നുള്ള ചിന്തയില് അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ പ്രീ ഡിഗ്രി ആയിരുന്നു. പ്രീ ഡിഗ്രി തിരുവല്ല മാർത്തോമാ കോളേജിൽ പഠിച്ചു. അവിടെയും കർത്താവിന്റെ നാമം ഉയർത്തുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. അങ്ങനെ ഇരിക്കുകയാണ് ജോലി കൂടെ കർത്താവിന്റെ വേല ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ ടീച്ചറായിട്ട് TTC, അത് കഴിഞ്ഞ് ഡിഗ്രി എടുത്തു, TTC പഠിച്ചു. ടീച്ചറായിട്ട് ജോലി ചെയ്ത സമയം കർത്താവിന്റെ ഒരു വലിയ ശബ്ദം ഞാൻ കേട്ടു. മിക്കവാറും ദൈവത്തിന്റെ ശബ്ദം ഞാൻ കേൾക്കും, മോളെ നിന്നെ ഞാൻ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചൊരു വ്യക്തിയാണ്, നീ ജോലി കളയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവേ, ഞാൻ ജോലി കൂടെ കർത്താവിന്റെ വേല ചെയ്തോളാം. ഞാൻ ജോലി ചെയ്തുകൊണ്ട് എന്റെ പപ്പയ്ക്കും മമ്മിക്കും ഞാൻ കാശ് കൊടുത്തോളാം. അവരും കർത്താവിന്റെ വേല ചെയ്യുന്നവരല്ലേ. വയസ്സിനേജിൽ ഒത്തിരി പട്ടിണി കടന്നിട്ടുണ്ട്. കാരണം പച്ചരി ഇട്ടിട്ട് ഞങ്ങൾക്ക് മുളക് പൊടി വെള്ളത്തിൽ കലക്കി തരും. കാരണം അന്നത്തെ കാലത്ത് അതൊന്നുമില്ല. ഞങ്ങളത് സ്തോത്രം പറഞ്ഞ് കഴിച്ചു ഞങ്ങൾ പോയ അവസ്ഥയുണ്ട്. 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർക്കും, മിക്കവാറും അരിയും കാണത്തില്ല വീട്ടില്, അങ്ങനെ കറികൾ വെക്കാൻ സാധനം ഒന്നും ഇല്ല. അതിന് ഞങ്ങൾ സ്കൂളിൽ ചോറ് കൊണ്ടുപോകത്തില്ല. കാരണം ഉച്ചയാകുമ്പോഴത്തേക്കും ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോരും. കാരണം എന്നിട്ട് പകുതി വഴിയായിട്ട് ഞങ്ങൾ സ്കൂളിൽ ചെല്ലും. കൂട്ടുകാരികൾ കാരണം കഴിക്കാതെ സ്കൂളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവരൊക്കെ ഞങ്ങൾ പട്ടിണി ഇരിക്കാന്ന് ഓർത്ത് അവര് അവരുടെ ഭക്ഷണം തരുമല്ലോ. അപ്പൊ നമ്മുടെ അഭിമാനം അത് സമ്മതിക്കാത്തതുകൊണ്ട് ഞങ്ങൾ പട്ടിണി സ്കൂളിൽ നിന്ന് പകുതി വഴി വന്നിട്ട് തിരിച്ച് നടന്നു പോയി സ്കൂളിൽ പോയിരിക്കുന്ന പല സന്ദർഭങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. എങ്കിലും കർത്താവ് അത്ഭുതവാനാണ്. ഇന്നയോളം ദൈവം നടത്തി ഒത്തിരി അനുഭവങ്ങൾ ജീവിതത്തിൽ പറയുവാനുണ്ട്. അങ്ങനെ ഇരിക്കെ ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ദൈവത്തിന്റെ ശബ്ദം കേട്ടത്, നീ ജോലി കളയണം, കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങണം. അങ്ങനെ ജോലി കളയണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ദൈവത്തോട് സംസാരിച്ചു, കർത്താവേ ഞാൻ ജോലി കൂടെ കർത്താവിന്റെ വേല ചെയ്തോളാം, പോരാ നീ ഫുൾ ടൈം ദൈവത്തിന്റെ വേല ചെയ്യണം. ആ ജോലി ചെയ്യുന്ന സമയം കൂടെ നീ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിക്കോ, അനേകരെ ദൈവത്തിലേക്ക് നിനക്ക് കൊണ്ടുവരണം. അന്നേരത്തേക്ക് 2-3 പ്രാവശ്യം ദൈവത്തിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ സോദരി സമാജം ബൈബിൾ കോളേജിൽ 1998 അവിടെ പോയി പഠിക്കുവാൻ ദൈവടയാക്കി. 7ാം ബാച്ചിൽ പഠിക്കുവാൻ ദൈവടയാക്കി. അവിടെ പഠിച്ചപ്പോഴും ഏറ്റവും നല്ല ഉയർന്ന മാർക്കോടെ പാസ്സാകുവാനും അവിടെ ഏറ്റവും നല്ല കുട്ടിയായിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്ക് കൃപ തരും. ഞാൻ ബദലി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആർക്കെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ എന്നെ ഉടനെ വിളിക്കും. കൊച്ചമ്മമാർക്കോ വാർഡനോ പിന്നെ തോമസ് ഉടക്കേക്കുറ്റി സാറിനോ അങ്ങനെ ആർക്കെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ ഉടനെ എന്നെയും വേറെ 2-3 പിള്ളേരെ വിളിക്കും. ഞങ്ങൾ ഉടനെ പോയി പാട്ട് പാടി പ്രാർത്ഥിച്ച് വെള്ളമൊക്കെ കൊടുക്കും. അവർക്ക് ദൈവം സൗഖ്യമാക്കും. അങ്ങനെയൊക്കെ കണ്ട് അത് കഴിഞ്ഞിച്ച് ഞാൻ ബദലി കഴിഞ്ഞിച്ച് ബൈബിൾ കോളേജിൽ പഠിക്കാൻ വന്ന സമയത്താണ് അവിടെയും എനിക്ക് പെട്ടെന്ന് അസുഖം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ആശുപത്രിയിൽ കൊണ്ടുപോകാനിരുന്നു. കാരണം യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് എനിക്ക് എന്റെ കൈയും കാലും എല്ലാം ഭയങ്കര വേദന. അത് കഴിച്ച് അവര് പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ മരുന്ന് എടുക്കുന്ന ഒരു വ്യക്തിയല്ല, എന്നെ നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോകരുത്, എന്നെ വീട്ടിൽ വിട്ടേക്കാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയും പ്രാർത്ഥിച്ചു, ദൈവം എന്നെ സൗഖ്യമാക്കി. പിന്നെ 2 ആഴ്ച കഴിഞ്ഞ്
ഞാൻ തിരിച്ച് പിന്നെ സഹോദരി സമാജം ബൈബിൾ കോളേജിൽ പോയപ്പോഴത്തേക്ക് അന്ന് പരീക്ഷയാ. ബൈബിൾ കോളേജിൽ എക്സാം നടക്കുവാണ്. എക്സാം നടന്ന സമയം അന്ന് ദാനിയേൽ പ്രവചനമാണ് പരീക്ഷ. അന്നേരം സൂസൻ ആന്റിയാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. സൂസൻ എബ്രഹാം ഇപ്പം കുമ്പനാട്ടിലെ പ്രസിഡന്റ്, അസിസ്റ്റന്റ് പ്രസിഡന്റ് ആയിരിക്കുന്ന ആ അച്ഛന്റെ ഭാര്യ സൂസൻ ആന്റിയാണ് ഞങ്ങളെ ബൈബിൾ കോളേജ് പഠിക്കുന്നത്, ബൈബിൾ ക്ലാസ് പഠിപ്പിക്കുന്നത്. ഒരു ആന്റി പറഞ്ഞു, മേരിമോള് വന്നില്ലല്ലോ, പരീക്ഷ എഴുതണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എന്നാലും ഒന്ന് എഴുതി നോക്കട്ടെ. പിറ്റേ ദിവസമാണ് പരീക്ഷ. ഞാൻ സന്ധ്യാസമയത്താണ് ചെല്ലുന്നത്. അന്നേരത്തേക്ക് ഞാൻ പരീക്ഷ എഴുതി നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പെട്ടെന്ന് ബൈബിൾ എടുത്ത് വായിച്ചു, ദാനിയേൽ പുസ്തകം വായിച്ചു. അത്രയ്ക്ക് നിർബന്ധമാണ്, എഴുതിക്കോ, പക്ഷെ ഞാൻ ഇവിടെ 6 അധ്യായം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയാലേ നല്ല ഇത് കിട്ടത്തുള്ളൂ. ആ വേൾക്കോളിലെ സിസ്റ്റമൊക്കെ അറിയാലോ. കർത്താവേ, എനിക്ക് പഠിക്കുവാനൊന്നും പറ്റിയില്ല, ഞാൻ വീട്ടിലായിരുന്നല്ലോ, ദൈവം എന്റെ കൂടെ ഇരിക്കണമേ എന്നൊക്കെ പറഞ്ഞേച്ച് ഞാൻ പരീക്ഷ എഴുതി. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയപ്പോൾ എനിക്ക് 100 മാർക്ക്. ഉടനെ എന്റെ കൂടെ പഠിച്ച പിള്ളേർക്ക് മൊട്ട മാർക്ക് കിട്ടിയവരുണ്ട്. അവര് പറയും, അവള് ബൈബിളിന്റെ പുറത്ത് ജനിച്ചവളായതുകൊണ്ട് അവർക്ക് ഇത്രയും മാർക്ക് കിട്ടിയത്. പക്ഷെ ദൈവം എന്റെ കൂടെ അന്നും ഇന്നും എപ്പോഴും ദൈവം ഉള്ളത് കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് എപ്പോഴും ഒരു സന്തോഷമാകണം. അങ്ങനെ ഇരിക്കുക ആ ബൈബിൾ കോളേജിൽ ഉന്നത മാർക്കില് പാസ്സാകുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. നമ്മളെല്ലാവരും അറിയുന്ന പോലെ ലോകമാം ഗംഭീര വാരിധി എന്നുള്ള പാട്ട് പാടുന്ന ഹല്ലേലൂയ പ്രിയ അന്നമ്മമാമനെ കാണുവാൻ ദൈവം എനിക്ക് ഇടയാക്കി. സങ്കേതത്തിലൊക്കെ പോകാൻ ദൈവം ഇടയാക്കി. പരസ്യോഗം നടത്തുവാൻ ദൈവം ഇടയാക്കി. അന്നമ്മ മാമനെ കണ്ട് പോയി കുളിപ്പിക്കുവാൻ, ഹല്ലേലൂയ, അന്നമ്മ മാമനോട് കൂടെ ഒത്തിരി നേരം ഇരിക്കുവാൻ ഇടയാക്കി. ഞങ്ങൾ ബൈബിൾ കോളേജിലെ പിള്ളേരാണ് അന്നമ്മ മാമനെ പോയി കാണുവാനും കുളിപ്പിക്കാനൊക്കെ ഇടയാക്കിയത്. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. നമ്മുടെ ജീവിതത്തിൽ മറ്റൊരാൾക്ക് നമ്മൾ പ്രയോജനമാകണം. എപ്പോഴും നമ്മൾ എനിക്ക് വയ്യല്ലോ, എന്റെ ജീവിതത്തിൽ എനിക്ക് കണ്ണ് കാണുന്നില്ലല്ലോ, എന്റെ ഒരു ചെവി കേൾക്കുന്നില്ലല്ലോ, എന്റെ സൈഡ് തളർന്നു പോയല്ലോ, എനിക്ക് മാത്രം എന്താ ദൈവമേ ഇങ്ങനെ എന്ന് നമ്മൾ പിറുപിറുത്തുകൊണ്ടിരുന്നല്ല, ഹല്ലേലൂയ, മറ്റുള്ള നമ്മൾ ആശുപത്രിയെ തന്നെ ആശ്രയിച്ചു കഴിഞ്ഞാല് നമ്മുടെ ആയുസ് മുഴുവനും നമ്മുടെ സമ്പത്ത് മുഴുവനും ആശുപത്രി പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ കഴിയുന്നതും ആശ്രയിക്കണം. ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. അതാണ് എന്റെ അനുഭവം. ഞാനിപ്പോൾ ജീവിക്കുന്ന ഒരു സാക്ഷിയായിട്ടാണ് നിലനിൽക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളെ കൊണ്ട് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് അതിലേക്ക് ദൈവം കൊണ്ടുവരിക. ഇപ്പോൾ ഞാൻ ഹിന്ദു മാർഗത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിന് എന്നെ ആവശ്യമാണെങ്കിൽ എന്നെ ദൈവം ക്രിസ്ത്യാനിയ കർത്താവിന്റെ പാദത്തിൽ കൊണ്ടുവരാം. കർത്താവ് പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ 50-ാം ദിവസം എന്നേ ഉള്ളൂ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒത്തിരി ചീത്ത കേട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാം പെന്തക്കോസ്തുകാരാണ്, കപ്പയും മീനും തിന്നണം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കേട്ടിട്ടുണ്ട്. ഇന്ന് കപ്പയ്ക്കും മീനിനും വലിയ ഡിമാൻഡാണ്. അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഒത്തിരി നിന്ദകളും പഴികളും ദുഷികളും ഒക്കെ കേട്ടിട്ടുണ്ട്. എങ്കിലും ദൈവനാമം ദൂഷിപ്പിക്കുന്ന ഒരു കാര്യത്തിലും ചെന്നകപ്പെടുവാൻ ദൈവം എനിക്ക് ഇടയാക്കില്ല. ഏത് സമയം പ്രാർത്ഥിക്കുവാനും തനിയെ ബൈബിള് വായിക്കുവാനും തനിയെ ഇരുന്ന് ഒരുപാട് സമയം ഇരുന്ന് പ്രാർത്ഥിക്കുവാനൊക്കെ ഇടയാക്കും. വളരെ ചെറുപ്പത്തിൽ തന്നെ ആശുപത്രി സന്ദർശനമൊക്കെ നടത്തുക. പല അമ്മമ്മമാര് എൻ്റെ അടുത്ത് വരും. എന്നിട്ട് ഞങ്ങളെല്ലാം കൂടെ പോയി ട്രാക്ട് കൊടുക്കും. എന്നിട്ട് അവരുടെ അടുത്ത് പോയിരുന്ന് വർത്തമാനം പറയും. ആർക്കെങ്കിലും എന്തൊരു സഹായം ഉണ്ടെങ്കിൽ ഓടി നടന്ന് നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് സഹായം ചെയ്യും. അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു. എങ്കിലും ദൈവം എന്നെ ഇത്രത്തോളം നടത്തി. അങ്ങനെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ബൈബിൾ കോളേജിൽ പഠിച്ച് അങ്ങനെ അവിടെ ഇരുന്ന് കഴിഞ്ഞ സമയത്താണ് 25-ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം നടക്കുന്നത്. വിവാഹ സമയത്ത് എനിക്ക് ഒരാഗ്രഹം, ഞാൻ നാട്ടിലൊക്കെ പഠിച്ചത്, എനിക്ക് നാട്ടിൽ നിന്ന് തന്നെയാണ് ആയിരിക്കണം വിവാഹം എന്നുള്ള ചിന്തയായിരുന്നു. ടീച്ചറായിട്ട് ജോലി ചെയ്ത സമയത്തും കർത്താവ് പറഞ്ഞ ടീച്ചർ ജോലിയെല്ലാം ഞാൻ രാജിവെച്ചു. അത് കഴിച്ച് ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു. ബൈബിൾ കോളേജിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയപ്പോഴത്തേക്ക് ഒത്തിരി പാസ്റ്റർമാരും ആന്റിമാരും പറഞ്ഞു, ഞങ്ങളുടെ സഭയിൽ ഇന്ന ആളുണ്ട്, ഞങ്ങളുടെ സെന്ററിൽ വലിയ സഭ തരാമെന്നൊക്കെ പറഞ്ഞു. കാരണം അവിടെയും ദൈവം എന്നെ മാനിച്ചു. വർഷിപ്പ് ലീഡ് ചെയ്യാനും അവിടുത്തെ ഇതൊക്കെ വായിക്കാനൊക്കെ എനിക്ക് ദൈവം കൃപ തന്ന റിപ്പോർട്ടൊക്കെ വായിക്കുവാനും ഏറ്റവും കൂടുതൽ സമ്മാനം മേടിക്കുവാനൊക്കെ ദൈവം എനിക്ക് കൃപ തന്നു. ഏറ്റവും കൂടുതൽ എല്ലാവരോടും ഇടപെടാനും എല്ലാ കാര്യത്തിലും ഞാൻ മുന്നിലുണ്ട്. അങ്ങനെ നല്ല ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി അവിടെ നിന്ന് ഇറങ്ങുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. അത് കഴിഞ്ഞേച്ച് ഞാൻ വീട്ടിൽ കടന്നു വന്നു. വീട്ടിൽ ഞങ്ങളുടെ പപ്പ ഒരു ബൈബിൾ കോളേജ് തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ്. 34 പേര് അവിടെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചു. അങ്ങനെ ഇരിക്കുകയാണ്. എന്നെ വിവാഹം കഴിക്കുന്ന പ്രിയ ദേവദാസൻ കറുകച്ചാലിലാണ് അവരുടെ വീട്. സിവിൽ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുമായിരുന്നു. പ്രിയ ദേവദാസനോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായിട്ട് അറിയിച്ചു, നീ ജോലി കളഞ്ഞ് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങണമെന്ന്. അപ്പോൾ പലപ്പോഴും പലരും ഞങ്ങളോട് ചോദിക്കും, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട് നിങ്ങളൊക്കെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ഇറങ്ങിയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുകയാണെന്ന്. അപ്പോൾ ഞാൻ പറയും, അല്ല, ഞാൻ ടീച്ചറായിരുന്നു, പാസ്റ്റർ എഞ്ചിനീയർ ആയിരുന്നു, ഞങ്ങൾ ജോലി ചെയ്യണമെങ്കിൽ ഇപ്പോൾ 4.5 ലക്ഷം രൂപ കൈ മേടിക്കേണ്ട ആൾക്കാരാണ്. പക്ഷെ അതെല്ലാം കളഞ്ഞുകൊണ്ട് ഈ ഫുൾ ടൈം നിങ്ങൾക്ക് വേണ്ടി ഇരുന്ന് കരയുവാനും നിങ്ങളെ നരകത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടി മാത്രമാണ്
നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ കടന്നു വന്നതാ. അപ്പോൾ അവരോട് ഞങ്ങൾ അനുഭവം പറയുമ്പോൾ അവർക്ക് ഒത്തിരി ആശ്വാസമാകുക. ഒത്തിരി പേര് ഈ ഇടുക്കിയിൽ ഒത്തിരി പേര് ആത്മഹത്യക്ക് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ പുറകെ പറഞ്ഞു വരാം. അതിനുശേഷം പ്രിയ ദൈവദാസനെ കണ്ടു. അങ്ങനെ ആലോചിച്ചു. കല്യാണം നടന്നു. കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് രണ്ടും ജോലി ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. കോളേജൊക്കെ പഠിച്ചു. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ദൈവ നിയോഗം കിട്ടിയില്ലല്ലോ. എന്നിട്ട് ഞങ്ങള് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഏതോ ഒരു കാര്യത്തിന് ഇങ്ങനെ പോയപ്പോഴത്തേക്ക് ജോലിക്ക് വേണ്ടി ഞങ്ങളുടെ ബയോഡേറ്റ ഒക്കെ കൊടുത്ത് ICPF ഒത്തിരി പിള്ളേർ സെറ്റ് ഉണ്ട്. പിള്ളേർ സെറ്റിൽ കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ തിരുവല്ലയിലേക്ക് കടന്നു പോയി. ഇപ്പൊ പാമ്പാടി തിരുവല്ലയിൽ പോണം. അങ്ങനെ പോകാവുന്ന വഴിക്ക് ഞങ്ങള് വേറൊരു ഭവനത്തിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടുത്തെ ദേവദാസി ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പോകുന്ന കാര്യം ശരിയാകത്തില്ല. രണ്ടുപേരും കൂടെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. വീട്ടിൽ പോയിരുന്ന 3 ദിവസം ഉപവസിക്കണം. കർത്താവ് എന്താണോ കാണിക്കുന്നത് അതിനുവേണ്ടി നിങ്ങളെ പറ്റി ദൈവത്തിന്റെ ആലോചന കർത്താവിന്റെ വേല ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ സുവിശേഷ വേല ചെയ്യാൻ രണ്ടുപേരും ഇറങ്ങിക്കോ. നിങ്ങളല്ലാതെ ജോലിക്ക് ഇറങ്ങി പോകരുത്. നിങ്ങൾ തിരിച്ചു പോയി നിങ്ങൾ 3 ദിവസം ഉപവസിക്കണം. ദൈവം ഒരു സ്ഥലം കാണിക്കും. ആ സ്ഥലത്ത് നിങ്ങൾ പോയി കർത്താവിന്റെ വേല ചെയ്യണം. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു കടന്നു വന്നു. ദൈവശബ്ദം കേട്ടിട്ട് ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം ഞാനും ദേവദാസനും കൂടെ ഉപവസിക്കാണ്. ഉപവസിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുളത്തുമേട് എന്ന സ്ഥലത്ത് പല പാസ്റ്റർമാരും ബഹളം ഉണ്ടാക്കി ഹോള് പൂട്ടിയ ഒരു സ്ഥലം കണ്ടു. അവിടെ പോയി ദൈവവേല ചെയ്തോളാൻ കർത്താവ് സംസാരിച്ചു. അങ്ങനെ ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ സെൻട്രൽ പാസ്റ്ററിനെ പപ്പയുടെ കീഴിലാണ് സഭ മുഴുവന്. പപ്പ ഞങ്ങൾക്ക് കുളത്തുമേട് സഭ തരണം. ഞങ്ങൾ അവിടെ പോയി കർത്താവിന്റെ വേല ചെയ്തോളാം. അതിന് പപ്പ പറഞ്ഞു, ഈ സെന്റർ വലിയ സഭയുണ്ട്, അത് തരാം. എന്റെ കുഞ്ഞുങ്ങൾ ഇത്രയും നടന്നൊന്നും പോകണ്ട, കഷ്ടപ്പെടണ്ട എന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ പറഞ്ഞു കർത്താവിന്റെ നിയോഗം അവിടാണ്. ഞങ്ങൾ അവിടെ പോയി കർത്താവിന്റെ വേല ചെയ്തോളാം. അങ്ങനെ ഞാനും പ്രിയ ദേവദാസനും ദേവദാസിന്റെ മാതാവും കൂടെ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. പോയി ഹോള് തുറന്നു അവിടെ ആരാധിക്കുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥിച്ചതിന് ശേഷം ആദ്യത്തെ 2-3 മാസം ഞാനും പ്രിയ ദേവദാസനും പ്രിയ മാതാവ് ഇടയ്ക്കിടയ്ക്ക് വരും. ഞങ്ങൾ പാട്ടുപാടും, ആരാധിക്കും, സ്വത്രാഴ്ചയിടും. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വരത്തില്ല. അവിടെ എല്ലാം ഞങ്ങൾ പോയി അടുത്തുള്ള ഭവനങ്ങൾ വഴിയെല്ലാം ഒത്തിരി ഭവനങ്ങളുണ്ട്. ഹിന്ദു മാർഗത്തിലുള്ളവരും അല്ല ക്രൈസ്തവരും ഒത്തിരി ഭവനമുണ്ട്. അവിടെ എല്ലാം ഞങ്ങൾ പോയി കർത്താവിന്റെ വേല ചെയ്യും. അങ്ങനെ ഓരോ വീട് കയറി ഇറങ്ങി കർത്താവിന്റെ വേല ചെയ്തു. ഇപ്പൊ 6 മാസമായപ്പോഴത്തേക്ക് ഒരു അമ്മാമ്മ കടന്നു വന്നു. അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ വേറെ 3 പെൺകുഞ്ഞുങ്ങൾ കടന്നു വന്നു. അങ്ങനെ ഞങ്ങൾ 2 വർഷം കൊണ്ടവിടെ 10 കുടുംബത്തോളം കടന്നു വരും. അത് എവിടെയാക്കി ഒരുപാട് പേരെ സ്നാനപ്പെടുത്താൻ ദൈവം കൃപ തന്നു. അങ്ങനെ അന്ന് വണ്ടിയില്ല, 13 കിലോമീറ്റർ നടക്കണം. കൊടയുണ്ടോ? കൊടയില്ല. ഞങ്ങൾക്ക് തീഷ്ണതയാണ് കർത്താവിന്റെ വേല ചെയ്യണം എന്നുള്ളത്. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് 13 കിലോമീറ്റർ നടന്നു പോയി. അന്നേരം എന്റെ മൂത്ത കുഞ്ഞ് പ്രഗ്നന്റ് ആണ്. പക്ഷെ ഞാനത് അറിയുന്നില്ല. ഞാനിങ്ങനെ ഒരു മല കയറി ഇങ്ങനെ പോയിരുന്നപ്പോഴത്തേക്ക് ആരോ എന്നെ ഒറ്റ തട്ട്, കാരണം ഭയങ്കര മലയാ. ആ തട്ട് തട്ടിയപ്പോ ഞാൻ ഉരുണ്ട് ചാക്കൊന്ന് ഉരുണ്ട് വീഴുന്ന പോലെ താഴെ വന്ന് കിടന്നു. അവിടെ ചുരുണ്ട് കിടന്നു. എന്നിട്ട് പെട്ടെന്ന് ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ 4 മാസം പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ പിന്നെ എങ്കിലും ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് പോകുമായിരുന്നു. അതിനുശേഷം മൂത്ത കുഞ്ഞിനെ ദൈവം നൽകി തന്നു. ഒരു ദിവസം ഞാൻ കഴിക്കുന്ന ആഹാരം മരത്തക്കാളിക്ക. കാരണം ആരും നമുക്ക് ഭക്ഷണം തരാനില്ല. കാരണം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി സുവിശേഷ വേലക്കാരെ സുവിശേഷം കൊണ്ട് ഉപജീവിക്കണം. ആരോടും ഞങ്ങൾ ഞങ്ങളുടെ സങ്കടം പറഞ്ഞില്ല. എങ്കിലും അതും കഴിച്ച് ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. അതിനുശേഷം 2ാമത്തെ കുഞ്ഞ് പ്രഗ്നന്റ് ആയി. ആ സമയത്തും ഒരു വീട്ടിൽ ഞങ്ങൾ രാത്രി പ്രാർത്ഥന കഴിഞ്ഞേച്ച് ഇങ്ങനെ നടന്നു നടന്നുകൊണ്ട് കുറെ നേരം ഇരുന്ന് 12 മണിയായിട്ട് വണ്ടിയൊന്നുമില്ല. അന്നത്തെ കാലത്ത് വണ്ടിയൊന്നുമില്ല. നടന്നുപോയ സമയത്ത് ഞങ്ങളുടെ ഈ ടോർച്ചില കണ്ടവും കുഴിയും എല്ലാം കിടക്കണം. കാരണം മൂത്ത മകൻ കയ്യിലുണ്ട്, 2ാമത്തെ കുഞ്ഞ് വയറ്റിലുണ്ട്. ഞങ്ങൾ നടന്നു കഴിയുമ്പോഴത്തേക്ക് ദൈവം ഭയങ്കര അത്ഭുതം ഞങ്ങൾക്ക് ചെയ്തത്. വലിയ കുഴി വരുമ്പോഴത്തേക്ക് ഭയങ്കര മിന്നലടിക്കുമ്പോൾ ഞങ്ങൾ ആ പ്രകാശത്തിൽ ആ കുഴി കിടന്ന് അപ്പുറത്തേക്ക് കയറും. അങ്ങനെ പോകുവാൻ ദൈവം ഇടയാക്കി. ദൈവം അനുഗ്രഹിച്ച് ഇപ്പൊ 3 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി നൽകി തന്നു. അങ്ങനെ 3 പേര് ഇപ്പോൾ ദൈവത്തിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ ദൈവം ഇടയാക്കി. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ഒറ്റപ്പാലത്ത് കർത്താവിന്റെ വേലയോടനുബന്ധിച്ച് കടന്നു പോകുവാൻ ദൈവം ഇടയാക്കി. ഒറ്റപ്പാലത്തും കർത്താവിന്റെ വേലയ്ക്ക്, കാരണം ഒറ്റപ്പാലത്ത് വള്ളുവനാട് കന്യമ്പുറത്താണ് കർത്താവിന്റെ വേലയില ഈ സെന്റർ വിട്ട് അങ്ങോട്ട് പോയി അവിടെ പോയി അനേകം മുസ്ലിം കുടുംബങ്ങളിലൊക്കെ കടന്നു പോകുവാൻ ദൈവം ഇടയാക്കി. അനേകരെ ദൈവത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ മക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് മുട്ടായി വേണം. രാവിലെ പറഞ്ഞു മുട്ടായി വേണം എന്ന് പറഞ്ഞു. പപ്പ പറഞ്ഞു, കൈ പൈസ ഇല്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക. അവരെ പ്രാർത്ഥനാ ജീവിതം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് മുട്ടായി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ഇങ്ങനെ അന്ന് നടന്നു പോയി. 2 വർത്തമാനമൊക്കെ പറഞ്ഞ് പിള്ളേരോടും ദൈവ
ദൈവത്തിന്റെ കാര്യങ്ങളും കഥകളും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പോകുന്നേ. അങ്ങനെ ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റീഫൻ ദേവസിയുടെ പപ്പയുടെ പെങ്ങടെ വീട്ടിൽ ഞങ്ങൾ പോയി. അവരൊക്കെ നമ്മുടെ സഭയിലാണ് കടന്നു വരുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു വലിയ പാക്കറ്റ് മുട്ടായി കൊണ്ട് കുഞ്ഞുങ്ങളെ കൊടുക്കുക. മക്കളെ, ഇത് നിങ്ങൾ കഴിച്ചോ, ഞങ്ങൾക്ക് ഷുഗറാണ് എന്ന് പറഞ്ഞു. പിള്ളേർ ഒത്തിരി സന്തോഷിച്ചു. അങ്ങനെ അവരുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ദൈവം ഇടയാക്കി. അങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് എന്റെ ഇളയ കുഞ്ഞ് വയറ്റിലായി. പക്ഷെ എനിക്ക് ഒരു ചെവി കേൾക്കുവാൻ കഴിയത്തില്ല. എന്റെ ബ്രെയിൻ ട്യൂമറിന്റെ സാക്ഷ്യത്തിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. അങ്ങനെ അവിടെ ഇരുന്ന സമയത്ത് എനിക്കൊരു ചെവി കേൾക്കുന്നില്ല, ഒരു കണ്ണ് കാണുന്നില്ല. കാരണം ഞാൻ എപ്പോഴും നല്ല ഇതായിട്ടാണ് നടക്കുന്നത്. അപ്പോഴ് ആശുപത്രി ഒരു ഡോക്ടറെ കാണാൻ പോയപ്പോഴത്തേക്ക് പറഞ്ഞു, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ മിറക്കിൾ ചെയ്യാൻ പോവുകയാണ്. എന്നോട് പറഞ്ഞില്ല നിങ്ങൾക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്ന് പറഞ്ഞില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും, കാരണം ഉദരത്തിൽ കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ അബോർഷൻ ആക്കാൻ വേണ്ടി പറഞ്ഞു. മൂത്ത 2 കുഞ്ഞുങ്ങൾ, മൂത്ത കുഞ്ഞിന് 1.5 വയസ്സ്, രണ്ടാമത്തെ കുഞ്ഞിന് 6 മാസം. അന്നേരം ഇളയ കുഞ്ഞ് ഉണ്ടായത്. അന്നേരത്തേക്ക് പറഞ്ഞു ഒന്നുകിൽ രണ്ടുപേരും ഓപ്പറേഷൻ ആണ്. അന്നേരം ഇളയ കുഞ്ഞിനെ കളയണം, അല്ലെങ്കിൽ ഒന്നുകിൽ അമ്മയെ കിട്ടും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അമ്മ ഇല്ലാതാകും. ഈ കുഞ്ഞിനെ കൂടെ നോക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അമ്മ ഇല്ലാതാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ കുഞ്ഞിനെ അബോർഷൻ ആക്കി കളയാൻ പറഞ്ഞു. അന്നേരത്തേക്ക് ആ തിരുവല്ലായിന്ന് അബോർഷനൊക്കെ ആ ഡേറ്റ് തന്ന സമയത്ത് തിരുവല്ലായിന്ന് ഒരു കൂട്ടം പാസ്റ്റർമാര് ഞങ്ങളുടെ ആലയത്തേക്ക് കടന്നു. അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത്, കാരണം പരസ്യമൊക്കെ നടത്തുക. അതൊക്കെ കഴിഞ്ഞപ്പോ ഈ ഡേറ്റിന്റെ കാര്യം ഞങ്ങൾ അങ്ങ് മറന്നുപോയി. അന്നേരത്തേക്ക് കുഞ്ഞ് 4-5 മാസമായി. പിന്നെ ഞങ്ങൾ ആശുപത്രി ചെന്നപ്പോ പറഞ്ഞു, കുഞ്ഞിന്റെ ജീവൻ വെച്ച് ഇനി അബോർഷൻ ആക്കാൻ പറ്റത്തില്ല, നിങ്ങൾ ഇവിടെ ചികിത്സിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ ഇടുക്കിക്ക് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇടുക്കി വന്നപ്പോഴത്തേക്കാണ് അവര് പറയുന്നത്, എനിക്ക് കുഞ്ഞിനെ പെട്ടെന്ന് 6 മാസമായപ്പോഴത്തേക്ക് ഓപ്പറേഷൻ ചെയ്തെടുത്തു. അവൾക്ക് 1 കിലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെയിറ്റ്. എനിക്ക് തലവേദനയാണ്, എനിക്ക് എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. തലയ്ക്കകത്ത് ട്യൂമർ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. ഞാൻ മുമ്പോട്ട് നടക്കുന്നത്, ഞാൻ പുറകോട്ട് വന്നിട്ട് അടിച്ചു വീഴുക. ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, ഞാൻ വളരെ സ്ലോ ആയി. കാരണം എപ്പോഴും ഇങ്ങനെ ഫാൻ കറങ്ങുന്നത് പോലെ എനിക്കിങ്ങനെ തോന്നും. കാരണം തലയ്ക്കകത്ത് ഈ സാധനം വളർന്നുകൊണ്ടിരിക്കുക. ഞാൻ ആശുപത്രിയിലൊന്നും പോകുന്നില്ലല്ലോ, ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. എനിക്ക് എല്ലാവരെയും പേടി, ആരെ കണ്ടാലും പേടി. ഇവരെല്ലാം വന്ന് എന്നെ അടിക്കും പിടിക്കും ചവിട്ടും എന്നുള്ള പേടി എനിക്ക്. അതുകൊണ്ട് ഞാൻ പേടി ഒരു റൂമിലേക്ക് കയറി ഒതുങ്ങി അങ്ങ് കൂടി. എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ സൗഖ്യമാക്കാം. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ തലയിൽ ഒരു മുടി താഴെ പോകണമെങ്കിൽ കർത്താവ് അറിയാതെ അത് പോകുന്നില്ല. നമ്മൾ കർത്താവിൽ അമിതമായി വിശ്വസിച്ചുകൊണ്ട് നമ്മൾ കടന്ന് കർത്താവിന് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതം വെച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കർത്താവിന് വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മൾ ദൈവത്തെ ആദ്യം സ്നേഹിക്കുക. ഞാൻ പലരോടും അങ്ങനെയാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആരെ സ്നേഹിക്കുന്നത് ചോദിച്ചാൽ ചിലർ പറയും മൊബൈലിയാണ്, ചിലർ ഭർത്താവിനെ സ്നേഹിക്കുമെന്ന് പറയും, ചിലർ പറയും ഭാര്യയെ സ്നേഹിക്കുമെന്ന് പറയും, ചിലർ പറയും കുഞ്ഞുങ്ങളെ സ്നേഹിക്കുമെന്ന് പറയും, ചിലർ പറയും ഞാൻ എന്റെ കാറിനെ സ്നേഹിക്കുന്നത്. അല്ല, ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മുടെ ദൈവത്തെ സ്നേഹിക്കണം. ഈ ദൈവമാണ് നമുക്ക് ഇങ്ങനെ ഒരു ജീവൻ നൽകി തന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കണം. ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുകയാണ്, ചിലര് ഭാര്യമാർക്ക് വേണ്ടി ജീവിക്കുകയാണ്, ചിലര് ഭർത്താക്കന്മാർക്ക് വേണ്ടി ജീവിക്കുകയാണ്. പലരും അലമാരിൽ നല്ല ഡ്രസ്സുകൾ വെച്ചിട്ടുണ്ട്, പക്ഷെ ആരിടും? ഏറ്റവും കീറിയതും പറഞ്ഞതുമായ ഡ്രസ് ഇട്ടുണ്ടാ ഇവര് നടക്കുന്നത്. ഞാൻ അവരോട് പറയും, നിങ്ങൾ നല്ല ഡ്രസ് ഇടും, നിങ്ങളുടെ ഡ്രസ്സാ പിന്നെ വേറെ ആരിടും? മരിച്ചു കഴിഞ്ഞാൽ ആരിടും എന്ന് ചോദിക്കും. അതുപോലെ ഏറ്റവും നല്ല പാത്രം എത്ര പേര് അവരുടെ ഷെൽഫിൽ ഇങ്ങനെ കാണുമെന്നറിയാവോ? പക്ഷെ ഏറ്റവും പഴകിയ പാത്രത്തിലെടുത്താണ് ഭക്ഷണം കഴിക്കുന്നത്. എന്നെ കേൾക്കുന്ന പലരും അങ്ങനെ ഇതിനകത്തുണ്ട്. നിങ്ങൾ നല്ല പാത്രം എടുത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കണം, നല്ല വിരിച്ച് നിങ്ങൾ കിടന്നുറങ്ങണം, നല്ല വേഷം ധരിച്ച് നിങ്ങൾ ധരിക്കണം. നമുക്കൊരാഴ്ച ഉള്ളത് മാന്യമായിട്ട് നമ്മൾ കർത്താവിന്റെ മക്കളാണ്, രാജാവിന്റെ മക്കൾ. അതേ രീതിയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ നടക്കണം, എപ്പോഴും സന്തോഷമായിരിക്കണം. എന്നെ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ ആന്റിക്ക് എന്താ ഇത്ര സന്തോഷം എന്ന് ചോദിക്കും. ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ ഒത്തിരി സങ്കടമുണ്ട്. ഒരു കണ്ണില്ല, ഒരു ചെവിയില്ല, കാരണം ഒത്തിരി പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. കുഞ്ഞുങ്ങൾ 3 പേര് വളർന്നു വരുന്നവരെ പഠിപ്പിക്കണം, കാരണം വാടകയ്ക്ക് ആരാധന നടത്തുന്നു, 10-25 ലക്ഷം രൂപ കടമുണ്ട്. എങ്കിലും ഞാൻ വളരെ ഹാപ്പിയാണ്. കർത്താവ് അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല. കാക്കയ്ക്ക് അതിന്റെ ആഹാരം കൊടുക്കുന്ന കർത്താവ് നമുക്ക് അത് ദൈവം തരും. നമ്മൾ എന്തിനെങ്ങനെ വിഷമിക്കുന്നത്? വിഷമിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ ആരെങ്കിലും കൊണ്ട് നമ്മുടെ കയ്യിൽ കൊണ്ട് ഇന്ന് അരി മേടിക്കാന്ന് പറഞ്ഞ് 500 രൂപ കൊണ്ട് തരുന്ന ഒരവസ്ഥ ആരുടെയും കയ്യിലുണ്ടോ? നമ്മുടെ കയ്യിൽ തന്നിട്ട് പറയും ഞാൻ ഇന്നെ 500 രൂപ കൊടുത്തു അവർ അരി മേടിച്ചെന്ന്. നമ്മൾ ദൈവസ്നേഹത്തിൽ ഒന്നിരുന്ന് കരഞ്ഞു നോക്കിക്കേ. കാക്കയ്ക്ക് അതിന്റെ ആഹാരം കൊടുക്കും. ഏതെങ്കിലും സിംഹം പട്ടിണി കിടന്ന് നമ്മൾ കണ്ടിട്ടുണ്ടോ? സിംഹത്തിന് വയറ് നിറയെ ആഹാരം കൊടുക്കും. സിംഹത്തിന്റെ ആഹാരം എടുത്ത് കാക്കക്കുഞ്ഞിന് കൊടുക്കുമോ? ഇല്ല. കാക്കക്കുഞ്ഞിന്റെ ആഹാരം എടുത്ത് സിംഹത്തിന് കൊടുക്കുമോ? ഇല്ല. കാക്കക്കുഞ്ഞിന്റെ ആഹാരം എടുത്ത് സിംഹത്തിന് കൊടുത്താൽ സിംഹത്തിന് തികയത്തില്ല. സിംഹത്തിന്റെ ആഹാരം കാക്കക്കുഞ്ഞിന് കൊടുത്താൽ കാക്ക വലിച്ചു വാരി ദൂരെ കളയും. അതുകൊണ്ട് അതിന് വേണ്ടുന്നത് അവന് കൊടുക്കും. എനിക്ക് എന്താണ് ആവശ്യം അത് ദൈവം എനിക്ക് തരും. പ്രിയ ദൈവദാസന് എന്താണ് ആവശ്യം അത് ദൈവദാസന് കൊടുക്കുക. ഓരോരുത്തർക്കും എന്താണോ കൊടുക്കേണ്ടത്, അയ്യോ അവർക്ക് അതുണ്ടല്ലോ എനിക്ക്
അതില്ല എന്നും പറഞ്ഞ് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഉണ്ടല്ലോ, അവർക്ക് ഒത്തിരി കഴിവുണ്ടല്ലോ, എനിക്കതില്ല എന്ന് പറയണ്ട. നിനക്ക് ചിരിക്കാനാണ് ഒരു കഴിവ് ദൈവം തന്നെങ്കിൽ നീ ചിരിച്ചോണം. നിനക്ക് തണുപ്പിക്കാനാ ദൈവം നിനക്ക് മനസ്സ് തന്നെങ്കിൽ നീ തണുപ്പിച്ചോണം മറ്റുള്ളവരെ. നിനക്ക് ആശ്വസിപ്പിക്കാനാ കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ നീ ആശ്വസിപ്പിച്ചോണം. നിന്റെ ഒരു വാക്കിലായിരിക്കും അനേകർ മരണത്തിൽ നിന്ന് കടന്നു വരുവാൻ ദൈവം ഇടയാക്കുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ദൈവം എന്നെ അവിടുന്ന് വിടുവെച്ചു. അല്ലെങ്കിൽ അങ്ങനെ അതിനുശേഷം ഞാൻ ബ്രെയിൻ ട്യൂമറിന്റെ കൊച്ചു പാല് കുടിച്ചപ്പോ കൊച്ചിന്റെ ദേഹം മുഴുവനും കൊമള കുത്തി. കൊച്ചിനെ കടത്തുമ്പോഴത്തേക്ക് അത്ര തൊലി അങ്ങ് പോകും. അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി. കുഞ്ഞിന് എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടി കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കാണ് കുഞ്ഞിന്റെ അമ്മയെ ടെസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അപ്പോൾ ഞാൻ എടുക്കത്തില്ല. അന്നേരത്തേക്ക് ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞു എന്തുവാ ജോലി എന്തുവായിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ടീച്ചറായിരുന്നു. എങ്കിൽ വേഗം വീട്ടിൽ വളർത്തുന്ന 10 മൃഗങ്ങളുടെ പക്ഷികളുടെ പേര് എഴുതാൻ പറഞ്ഞു. ഞാൻ എല്ലാം മറന്നുപോയി. പെട്ടെന്ന് എന്റെ ദേഹമല്ല കൈയെല്ലാം വിറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു തല സ്കാൻ ചെയ്യണം എന്ന്. അങ്ങനെ എന്റെ തല സ്കാൻ ചെയ്തപ്പോഴത്തേക്കാണ് അറിയുന്നത് എന്റെ തലയ്ക്കകത്ത് ട്യൂമർ വളർന്നുകൊണ്ടിരിക്കേണ്ട 2 വർഷമായിട്ട് ട്യൂമർ വളർന്നുകൊണ്ടിരുന്നിട്ട് എന്റെ കണ്ണിന്റെ കാഴ്ച പോയി, ചെവിയുടെ കേൾവി പോയി, പല അവയവങ്ങളും സ്റ്റക്കായി കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസം മാത്രമേ ഞാൻ ജീവിക്കത്തുള്ളൂ. ഇത്രയും അസുഖം ഉണ്ടെങ്കിലും ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും, എല്ലാ മീറ്റിങ്ങിനും കടന്നു പോകും, കുഞ്ഞുങ്ങളെ നോക്കും. പക്ഷെ പണ്ടത്തെ ആക്റ്റീവായ ആ സ്വഭാവമില്ല, എങ്കിലും ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് അവര് മൂത്ത കുഞ്ഞിന് അന്ന് എത്ര 3.5 വയസ്സ്, രണ്ടാമത്തെ കുഞ്ഞ് അത്ര എല്ലാരും കൊച്ചു പിള്ളേരാ. അന്നേരത്തേക്ക് ഡോക്ടർമാരും നഴ്സുമാരും എല്ലാവരും കടന്നു വന്ന് എന്നെയും പിള്ളേരെയും നോക്കി കരഞ്ഞു. അന്നേരം ഞാൻ എല്ലാവരുടെയും മുഖത്തോട്ട് നോക്കി, എന്തോ ആയിരിക്കും, എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അന്നേരത്തേക്ക് ദേവദാസിനെ നോക്കിയപ്പോ ദേവദാസൻ കരയുന്നു. ആകെ എല്ലാം പ്രശ്നം. അന്നേരത്തേക്ക് പെട്ടെന്ന് അവര് പറഞ്ഞു ഇവിടെ പറ്റിയല്ല, കട്ടപ്പന മിഷൻ ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. നിഷാന്ത് പോൾ ഡോക്ടറാണ് തല ന്യൂറോയുടെ സർജൻ ഇവിടെ ഇല്ല, നിങ്ങൾ കോട്ടയത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. കോട്ടയത്തേക്ക് കൊണ്ടുപോയപ്പോഴത്തേക്ക് ഏറ്റവും വലിയ സർജനെ കണ്ടപ്പോ അവര് പറഞ്ഞു ഈ മോളെ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യേണ്ട, ഓപ്പറേഷൻ ചെയ്താൽ പോലും ഇതായി പോവും, തളർന്നു പോകും, പിന്നെ ജീവിക്കുകയാണെങ്കിൽ ഒരു കുറച്ച് ദിവസം കൂടെ ജീവിക്കും, അത്ര നാൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, പിന്നെ അല്ലെങ്കിൽ ആള് മരിച്ചു പോകും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് കോട്ടയത്ത് കൊണ്ടുപോയി. അവിടുന്ന് തള്ളി. പെട്ടെന്ന് എന്നെ വെല്ലൂർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വെല്ലൂർ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് എനിക്ക് നടക്കുവാൻ പറ്റത്തില്ല, ബ്ലീഡിങ് ആണ്, പിന്നെ 2 പേര് പിടിക്കാതെ എനിക്ക് നടക്കാൻ പറ്റത്തില്ല, ഞാൻ മുന്നോട്ട് പോകുന്ന ഞാൻ വീഴും, പുറകോട്ട് പോയാൽ വീഴും, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എല്ലാം മറന്നുപോയി, മൊത്തം പ്രശ്നമായി. അന്നേരം ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ ദൈവമേ എന്റെ ജീവൻ എടുത്തോണേ എന്ന് പ്രാർത്ഥിച്ചു. ഞാനും പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ മറ്റൊരാൾക്കൊരു ശല്യമാകരുത്, എന്റെ ജീവനെ എടുത്തോണെന്ന് ഞാൻ ഒത്തിരി പ്രാവശ്യം കരഞ്ഞ് പ്രാർത്ഥിച്ച ദിവസമാണ് ആ ദിവസങ്ങളിൽ. എന്നെ വിടുവിക്കണേ എന്നൊന്നുമല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഒരിക്കലും ജീവൻ തിരിച്ചു കിട്ടിട്ട് ഞാൻ തളർന്നു കിടക്കുന്ന ഒരു അവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തിയാകല്. കാരണം എന്റെ ഭർത്താവിന് അത് പ്രശ്നമാകും, കുഞ്ഞുങ്ങൾക്ക് പ്രശ്നമാകും, മൊത്തം പ്രശ്നമാകും. ദൈവമേ എന്റെ ജീവനെ എടുത്തോണേ. ഞാൻ ഒത്തിരി സമയം ഇരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു, ദൈവമേ എന്റെ ജീവൻ എടുത്തോണേ എന്ന്. പക്ഷേ ആശുപത്രിയിൽ കൊണ്ടിട്ട് അവർ ഗുളിക തരുമ്പോ ഞാൻ കഴിക്കത്തില്ല. കഴിക്കുന്ന പോലെ കാണിക്കും, ഗുളിക താഴെ കളയും. കാരണം എനിക്ക് മരിക്കണം എന്നുള്ള ഒറ്റ ചിന്തയേ ഉള്ളൂ. കാരണം മനുഷ്യന്റെ അത്രയ്ക്കായി. കാരണം എനിക്ക് നടക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ക്ഷീണിച്ച് 10-24 കിലോ വെയിറ്റ് ആയി. അവര് പറയുന്ന വെയിറ്റ് ഇല്ലാതെ ഈ കൊച്ചിനെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ പിന്നെ അനാർക്കിന്റെ ജ്യൂസൊക്കെ മേടിച്ചു തന്നു. അങ്ങനെ എനിക്ക് വെയിറ്റ് ഒന്നും ആകുന്നില്ല. ദേവദാസിനും എന്റെ പപ്പയും ദേവദാസിന്റെ പിതാവും എല്ലാവരും കൂടെ പറഞ്ഞു. പിന്നെ ദേവദാസിന് എഴുതി കൊടുത്തു, നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യണം. കാരണം 2 കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ട്. ഇളയ കുഞ്ഞിനെ വേറെ ആടെ കയ്യില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിക്കണം, ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുക, അന്നത്തേക്ക് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ ഇത് ലോകമെമ്പാടും അറിയാവുന്ന എല്ലാ വ്യക്തികളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്റെ പപ്പ ഒരു അഭിഷേകം അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് പ്രാർത്ഥിച്ചു. ദൈവത്തിന് പിന്നെയും എന്നെ ആവശ്യമായതുകൊണ്ട് ഹല്ലേലൂയ 18 മണിക്കൂർ എന്റെ തല ഓപ്പറേഷൻ ചെയ്തു. തല മണ്ടേ തൊട്ട് താഴെ വരെ കയറി. എന്റെ കണ്ണിന്റെ കാഴ്ച പോയി. ആ ഞരമ്പിലും ചെവിയുടെ കേൾവിയുള്ള ആ ഞരമ്പ് പോലും ആണ് ഈ ട്യൂമർ ഉണ്ടായത്. അത് മുറിച്ച് അവര് കളഞ്ഞു. പക്ഷേ ദൈവം സഹായിച്ച് കുറച്ച് മണിക്കൂറിന് ശേഷം എനിക്ക് ബോധം തിരിച്ചു കിട്ടി. ഹല്ലേലൂയ. ദൈവം എത്ര നല്ലവനാണ്. ഇപ്പോൾ ഞാൻ 17 വർഷമായിട്ട് ഒരു മരുന്ന് എടുക്കുന്നില്ല. കാരണം എല്ലാ വർഷവും മരുന്ന് എടുക്കണം, എല്ലാ വർഷവും വലിയൊരു ആശുപത്രിയിൽ പോകണം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 17 വർഷമായിട്ട് ഒരു മരുന്നും എടുക്കുന്നില്ല. എന്നെ അസുഖം വന്നാലും സ്തോത്രം പറയും. അങ്ങനെ ഞാൻ ദൈവത്തിന് വേണ്ടി അധികം പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കൊണ്ട് കഴിയാത്തൊന്നുമില്ല. നമ്മൾ വിശ്വസിച്ചാൽ മതി. മരണത്തിൽ നിന്നുള്ള അധികാരം ദൈവത്തിനുണ്ട്. കാരണം ഞാൻ ഇപ്പം എപ്പോഴാ മരിക്കേണ്ട എന്നുള്ളത് ദൈവത്തിനറിയാം.
അപ്പം നമ്മൾ വെറുതെ പോയിരുന്ന് ടെൻഷൻ അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മരണം ദൈവം അറിയാതെ വരികയില്ല. ഓരോരുത്തൻ അവനവന്റെ താന്റെ നിരയിലത്ര. എന്റെ നിര എപ്പോഴാണ് ആ സമയത്ത് എന്നെ വിളിക്കത്തുള്ളൂ. ചിലര് ചോദിക്കും, കുഞ്ഞു പിള്ളേരുണ്ടാകുന്ന സമയത്ത് അവരെന്താ മരിക്കുന്നത്? അവരുടെ നിര ആ സമയത്താ. പിന്നെ എന്ത് ചെയ്യും? പിന്നെ ചിലര് പ്രായമായിട്ട് കിടക്കുക, രോഗക്കിടക്കെ തന്നെ കിടക്കുക, മറ്റുള്ളവർക്ക് ശരിയായിട്ട് അവര് മരിക്കുന്നില്ല. അവരുടെ സമയമായില്ല. അതുകൊണ്ട് എന്റെ സമയം എപ്പോഴാണെന്ന് ദൈവത്തിനറിയാം. പിന്നെ നമ്മൾ വിശുദ്ധിയോടെ ജീവിച്ചാൽ സ്വർഗരാജ്യത്തിൽ ആ സമയത്തെത്തും. അതുകൊണ്ട് അയ്യോ ഞാൻ മരിച്ചു പോകുമല്ലോ, എനിക്ക് ഇത്ര അസുഖം വന്നല്ലോ, എന്റെ ദൈവമേ ഞാൻ എന്നാ ചെയ്യുന്നു പറഞ്ഞ് നമ്മൾ നിരാശയായി കഴിഞ്ഞാലോ, നമ്മൾ നിരാശയുടെ പടിവിലേക്ക് താഴ്ന്നു പോകും. പിശാച് നമ്മളെ ഇങ്ങനെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കും. നിനക്ക് ബ്രെയിൻ ട്യൂമർ വന്നതാ, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, നിനക്ക് ഒരു കണ്ണില്ല, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, നിനക്ക് ചെവിയുണ്ടോ എന്നൊക്കെ പിശാച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ശരിയല്ലേ, എനിക്കൊരു കണ്ണില്ല, എനിക്കൊരു ചെവിയില്ല, എനിക്ക് ബ്രെയിൻ ട്യൂമർ വന്നില്ലേ എന്നുള്ള ചിന്ത, എനിക്ക് ഇത്രയും കടമുണ്ടല്ലോ, ഞാൻ എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തും, എങ്ങനെ ചിന്ത അങ്ങോട്ട് ഇടും. ചിന്ത ഇട്ടിട്ടിട്ടിട്ട് പിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? പിന്നെ ഭയങ്കര നിരാശ. പിന്നെ നീ പോയി ചത്തോളാൻ പറയും, മനസ്സിൽ പറയും നമുക്ക് പോയി ചാകാം, ചത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഇതിൽ നിന്നെല്ലാം ജയം കിട്ടുമെന്ന്. പക്ഷെ അങ്ങനെ കേൾക്കുമ്പോ മനുഷ്യൻ എന്നാ കാണിക്കുന്നറിയോ? ഓടിപ്പോയി ചാകുക. പിശാച് ഇങ്ങനെ മനുഷ്യനെ അങ്ങോട്ട് വലിച്ചുകൊണ്ടിരിക്കുക. പിശാചിന് കിട്ടേണ്ട സ്വർഗം നഷ്ടപ്പെട്ടത് കൊണ്ട് കർത്താവിനെ അറിഞ്ഞിരിക്കുന്നവരെ എങ്ങനെയെങ്കിലും വഴുത്തിക്കളയുവാൻ വേണ്ടി പിശാച് ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. കഴിയുമെങ്കിൽ വധന്മാരെ കൂടെ തെറ്റിച്ചു കളയുവാൻ പിശാച് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുക. അന്നേരത്തേക്ക് മനസ്സിലിങ്ങനെ ഭാരമിടും, നിനക്ക് കടം വന്നില്ലേ, നിനക്ക് രോഗം വന്നില്ലേ, നിന്റെ ഭാര്യ എന്നാ ഇങ്ങനെ, നീ സുവിശേഷ വേല ചെയ്തിട്ട് നിന്റെ ഭാര്യ നിന്നോട് കലിപ്പല്ലേ, നിന്നെ ആരും അംഗീകരിക്കുന്നുണ്ടോ, നിന്നെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല. അതോടെ നിന്റെ മക്കളൊക്കെ അനുസരിക്കുന്നുണ്ടോ? ഇങ്ങനെ പിശാച് ചിന്തയിടും. അന്നേരം പറയണം, പോ സാത്താനെ, ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും കടന്നു വരില്ല. എന്റെ തലയിൽ ഒരു മുടി താഴെ പോകണമെങ്കിൽ കർത്താവ് അറിയാതെ എന്റെ തലയിൽ മുടി താഴെ പോകില്ല. നമ്മുടെ വിശ്വാസം ഇങ്ങനെ വർദ്ധിക്കണം. പണ്ടത്തെ കാലത്ത് നമ്മൾ കൈയടിച്ച് പട്ടുപടി പ്രാർത്ഥിക്കും. ഇന്നത്തെ കാലത്തോ മൊബൈലിൽ നോക്കും. രാവിലെ എഴുന്നേക്കുന്നത് മൊബൈലിലോട്ടാ. പക്ഷെ അങ്ങനെയല്ല, രാവിലെ എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു ദിവസം 3 മണിക്ക് പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം ഇടയാക്കുന്ന ഒരു പ്രാർത്ഥന ജീവിതം ദൈവന്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ തലയിൽ പോയി നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മളല്ലാതെ പിന്നെ വേറെ ആരാ പ്രാർത്ഥിക്കുന്നത്? കാരണം പാസ്റ്റർ എല്ലാവരുടെയും പരിപാടി പാസ്റ്ററേയും ഭാര്യ ഏൽപ്പിക്കുക. അവര് നല്ല രീതിയിൽ പോകാനും പാസ്റ്ററെ പ്രാർത്ഥിക്കുക, ആന്റി പ്രാർത്ഥിക്കുക, എന്റെ മകൻ അബുദാബിക്ക് പോകണം. അബുദാബിക്ക് പോകുന്നവരെ ഇന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ അബുദാബി പോയി കാശ് അയക്കുകയോ, അബുദാബി പോയ കാര്യം പിന്നെ പറയല, കാശ് വരുന്ന കാര്യം പിന്നെ പറയത്തില്ല. പിന്നെ പാസ്റ്ററും വേണ്ട, ആരും വേണ്ട. പിന്നെ ഈ കുഞ്ഞ് വഴി തെറ്റിപ്പോയി കഴിഞ്ഞാലോ, അയ്യോ എന്റെ കുഞ്ഞ് തലതെറിച്ചു പോയി, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കുന്നത്. നമുക്കെന്നാ നേരം? നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നേരമുണ്ടോ? എത്ര മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? എത്ര പേര് കുടുംബ പ്രാർത്ഥന നടത്തുന്നുണ്ട്? ഞങ്ങളുടെ ഒക്കെ വീട്ടിൽ രാവിലെയും വൈകിട്ടും കുടുംബ പ്രാർത്ഥന നടത്തുന്നുണ്ട്. അന്ന് പന്തക്കോസ്തുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊട്ടും പാട്ടുമുണ്ട്. അതുകൊണ്ട് നമ്മൾ മാനസാന്തരത്തിലേക്ക് കടന്നു വരിക. ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ എടുക്കപ്പെടുമോ എന്ന് ചോദിച്ചു നോക്കിക്കേ. ഓടുന്നുണ്ട്, പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ബൈബിള് വായിക്കുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കർത്താവേ നീ വന്നാൽ ഞാൻ പോകുമോ എന്ന് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുക. കാരണം മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തില് സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെടുന്ന 10 കന്യകമാർക്ക് സദൃശ്യമെന്നാ പറയുന്നത്. 10 പേരും കന്യകമാരായിരുന്നു. 10 പേരും ഒരേ വേഷമായിരുന്നു. 10 പേരും മണവാളനെ കാത്തിരുന്നു. 10 പേരും മയക്കം പിടിച്ചു. ഇന്ന് മയക്കം പിടിച്ചിരിക്കുന്ന സമയമാണ്. ഇത് അന്ത്യകാലമാണ്. കഴിയുമെങ്കിൽ വധന്മാരെ കൂടെ തെറ്റിച്ച് കളയുവാൻ പിശാചിങ്ങനെ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കണേ. ആരെ സ്വർഗത്തിൽ കടത്തിവിടത്തില്ല എന്നുള്ളതാണ് പിശാചിന്റെ തന്ത്രം. കാരണം എന്താണെന്നറിയാം, പിശാചിന് കിട്ടേണ്ട ആ സ്വർഗം അല്ലെങ്കിൽ അവന് നഷ്ടമായി, അത് മനുഷ്യനും കൊടുക്കല്ലേ എന്നുള്ള രീതിയിലാണ് പിശാച് അല്ലെങ്കിൽ മനുഷ്യനെ ഇങ്ങനെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന അവന്റെ ജീവിതത്തിൽ നിന്ന് കളയും, ദൈവവചനവായന അവന്റെ ജീവിതത്തിൽ നിന്ന് കളയും. എത്ര മണിക്കൂർ പ്രാർത്ഥിക്കുന്നവരുണ്ട്? ബാക്കി എല്ലാ കാര്യത്തിനും നമുക്ക് സമയമുണ്ടല്ലോ. പ്രാർത്ഥിക്കാൻ നേരം എന്തെല്ലാം കാര്യങ്ങളാ ഓരോ മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് നമുക്കറിയാമോ? അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഏത് മാർഗത്തെ കടന്നാലും കർത്താവേ എന്നെ രക്ഷിക്കണമേ, എന്നെ സ്വർഗരാജ്യത്തിൽ ഒന്ന് കൊണ്ടുപോകണമേ. ഇന്ന് ആ സഹോദരി ആന്റി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, കർത്താവായി യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചില്ല എങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോകത്തില്ല എന്ന് പറഞ്ഞു. കർത്താവേ എന്നോടൊന്ന് സംസാരിക്കണമേ. നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ, കണ്ണ് അടച്ച് നീ ഇരിക്കുന്ന ഇരിപ്പില്ല. കാരണം ഈ 30 ദൈവങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും പറയും ഹിന്ദു മാർഗത്തിലുള്ളവരോട്, കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ മരങ്ങളെല്ലാം സൃഷ്ടിച്ചത്. മനുഷ്യൻ കള്ളു കുടിച്ച ഒരു മനുഷ്യൻ പോയി ഒരു മരം വെട്ടി. ആ ബൈബിളിലും പറഞ്ഞിട്ടുണ്ട്. അവൻ പകുതി വീടി വലിച്ചു. എന്നിട്ട് അവന്റെ രൂപത്തിൽ അവന്റെ ഭാവത്തിൽ ഒരു ദൈവത്തെ ഉണ്ടാക്കിയിട്ട് അവൻ ആ ദൈവത്തെ കൊണ്ട് അവിടെ വെച്ച്, എന്നിട്ട് ആ ദൈവത്തിന്റെ മുന്നിൽ ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളോട് സംസാരിക്കുമോ?
നമ്മൾ പറഞ്ഞു കൊടുക്കണം. അയ്യോ ഇല്ല ആന്റി, ഞാൻ പറഞ്ഞ അത് ആ ദൈവം നിങ്ങളെ കണ്ണു തുറന്ന് നോക്കുവോ? ഇല്ല ആന്റി. ആ ദൈവം നിങ്ങൾക്ക് സമ്പത്ത് തരുമോ? ഇല്ല ആന്റി. പിന്നെ നിങ്ങൾ എന്തിനാ അതിന്റെ മുന്നിൽ പോയി നിന്ന് മുട്ട മുടക്കുന്നത്? അയ്യോ ആന്റി പറഞ്ഞു തന്നത് നന്നായി. പിന്നെ നമ്മൾ സത്യദൈവത്തെ പറ്റി പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നമ്മൾ അവരുടെ, കാരണം കുറ്റം പറയരുത് ഒരിക്കലും. ഒരുത്തൻ ശീലക്കൊട കൊണ്ട് നടന്നപ്പോഴത്തേക്ക് ഓലക്കൊട കൊണ്ട് നടന്ന ഒരു മനുഷ്യൻ അന്ന് ഓലക്കൊട കൊണ്ട് നടന്നു, മറ്റൊരുത്തൻ ശീലക്കൊട കൊണ്ട് നടന്നു. ശീലക്കൊടയുള്ള ഓലക്കൊടക്കാരനെ കുറ്റം പറയരുത്. അയ്യോ ശീലക്കൊട അതിന്റെ നന്മ പറയണം. ശീലക്കൊടയുടെ നന്മ പറഞ്ഞു കഴിയുമ്പോൾ ഓലക്കൊടക്കാരൻ കാണിക്കുന്ന തെറ്റാന്ന് അവന് മനസ്സിലാകും. അതുകൊണ്ട് ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ ഏത് രോഗമാണെങ്കിലും എന്ത് മാനസികമായ പ്രയാസത്തിലൂടെ നിങ്ങൾ കടന്നുപോയാലും എന്റെ ദൈവം അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും കടന്നു വരുന്നില്ല. ദൈവം നിന്നെ ഈ ഭൂമിയിൽ അമ്മയുടെ ഉദരത്തിലാകുന്നതിന് മുമ്പേ ദൈവം നിന്നെ കണ്ട വ്യക്തിയാണെങ്കിൽ നീ കടന്നു പോകുന്ന പ്രശ്നം, എന്റെ പ്രശ്നം ആരും അറിയുന്നില്ലല്ലോ എന്ന് നീ നിലവിളിക്കേണ്ട. കർത്താവ് അറിയുന്നുണ്ട്. നമ്മളെ എവിടെ ഇരുന്നാലും, ഏത് രാജ്യത്തിരുന്നാലും, ഏത് ദേശത്തിരുന്നാലും, ഏത് ഭാഷ സംസാരിച്ചാലും കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരുന്നില്ല. നമ്മുടെ ഹൃദയങ്ങളെയും ഹൃദയത്തിനകത്ത് നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ വരെയും കർത്താവ് കാണുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് മരിച്ചാൽ മതി എന്നുള്ള ചിന്തയുള്ള പലരും എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ മരിച്ചാൽ നിത്യമായ നരകത്തിൽ പോകും. അവിടെ ചാകാത്ത പുഴുവും കെടാത്ത തീയുമുണ്ട്. അതുകൊണ്ട് കർത്താവേ, ഇതിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എനിക്ക് ഇത്ര 1000 രൂപ കടമുണ്ട്. ഞങ്ങൾക്ക് 25 ലക്ഷം രൂപ കടമുണ്ട്. ഞങ്ങൾക്ക് ഒരു ഭാരമില്ല. കർത്താവേ, എനിക്ക് കടമുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ കടം മറ്റുള്ളവർ നമ്മൾ ചിന്തിക്കുന്നത് എന്നാണെന്നറിയോ? ഞാൻ ഇതിൽ നിന്ന് ചത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ വീട്ടിക്കൊള്ളും. പക്ഷെ മറ്റുള്ളവർ നിന്നെ പ്രാകത്തേ ഉള്ളൂ. അവൻ ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ട് നശിപ്പിച്ചു പോയി എന്ന് പറയും. അതുകൊണ്ട് അവരുടെ പ്രാക്കം കേൾക്കുന്ന നീ നിത്യമായ നരകത്തിൽ കടന്നു പോകും. അതുകൊണ്ട് ഒരിക്കലും ആത്മഹത്യ യാതൊരു പ്രശ്നത്തിനും പരിഹാരമാകുകയില്ല. പല ജീവിതത്തിലും കുടുംബ പ്രശ്നമാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭാര്യ ഭർത്താവിനെ സംശയിക്കുന്നു, ഭർത്താവ് ഭാര്യയെ സംശയിക്കുന്നു. അതുകൊണ്ട് സംശയരോഗം അധികമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടുപേരും രണ്ടിടത്താണ് കിടക്കുന്നത്. കാരണം ഇങ്ങനെ അങ്ങ് ജീവിക്കുകയാണ്. നാച്ചുറലായിട്ട് എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കുന്നുണ്ട്, നല്ല വേഷം ധരിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ വീട്ടിനകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എന്തോ ഒരു പ്രശ്നങ്ങളാണ്. ഞങ്ങൾ ഒത്തിരി കുടുംബ പ്രശ്നമുള്ളവരുടെ വീട്ടിൽ കടന്നുപോയി. അവരെ ഒന്നിപ്പിക്കുവാൻ ദൈവം ഇടയാക്കി. അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ 22 വർഷമായി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. നരിയമ്പാറയിലായിരുന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങൾ ആരാധന കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ദൈവം സംസാരിച്ചു, ഇന്ന വീട്ടിലേക്ക് ഒന്ന് കടന്നു പോകാൻ. ഞങ്ങൾ കടന്നു പോയപ്പോഴത്തേക്ക് ഞാനും പ്രിയ ദേവദാസനും കടന്നു പോയപ്പോഴത്തേക്ക് സുരേഷ് എന്ന വ്യക്തി ഹിന്ദു ഫാമിലിയാണ്. ആത്മഹത്യ കുറിപ്പെഴുതി പേന ഇങ്ങനെ വെച്ചു. എന്നോട് ദൈവം സംസാരിച്ച് വേഗം അടുക്കളയിലേക്ക് പോകാൻ. ഞാൻ അടുക്കളയിലേക്ക് പോയപ്പോ വീണ എന്ന് പറഞ്ഞ പെങ്കൊച്ച് ഗ്യാസ് തുറന്നു വെച്ചാൽ തീപ്പെട്ടി ഉറച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരത്തേക്ക് ഞങ്ങൾ ആ സമയത്ത് അവിടെ പോയില്ലെങ്കിൽ ആ കുടുംബം മുഴുവൻ അന്ന് കത്തിച്ചാമ്പലായനെ. ദൈവം നിന്നോട് പറയുമ്പോൾ നീ അന്നേരത്തേക്ക് പോകണം. അയ്യോ ഹിന്ദു വീടല്ലേ, നമ്മൾ പോയില്ലേ, എന്നാ ചെയ്യും എന്ന് നമ്മൾ ദൈവത്തോട് പറയരുത്. അവരുടെ ആത്മാവിന്റെ വില നമ്മളോട് ചോദിക്കും. ഒരു ദൈവദാസൻ ഇങ്ങനെ രാത്രി മുഴുവനും കർത്താവിന്റെ വേല ചെയ്ത് പരസ്യയോഗം നടത്തിയിട്ട് രാത്രി വന്ന് കിടന്ന സമയത്ത് ആ ദൈവദാസനോട് ദൈവം ഇങ്ങനെ സംസാരിച്ചു, നീ ഇന്ന മലയിൽ പോയി പ്രസംഗിക്ക്. കർത്താവെ, ഞാൻ പകലും രാത്രിയും എല്ലാം കർത്താവിന്റെ വേല ചെയ്തല്ലോ, ഞാൻ ക്ഷീണിച്ചു, ഞാൻ എന്തിനാ ഈ മലയിൽ പോയി പ്രസംഗിക്കുന്നത്? പിന്നെയും ദേവദാസൻ തിരിഞ്ഞു കടന്നു. പിന്നെയും ദൈവം ദേവദാസനായിട്ട് ഉരുട്ടി, നീ ആ മലയിൽ പോയി പ്രസംഗിക്ക്. പിന്നെയും ഉരുട്ടി. പിന്നെയും ദൈവത്തിന്റെ ഉരുട്ടല് കാരണം ദൈവദാസൻ എഴുന്നേറ്റ് അന്ന് നടന്നുപോയി ആ മലയിൽ പോയിട്ട് പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. അർദ്ധരാത്രിയാണെന്ന് ഓർത്തോണം, 12 മണിയായി. ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയത്തില്ല. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ എന്നൊക്കെ ചോദിച്ച് പാസ്റ്റർ കുറെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് പാസ്റ്റർ ഒന്ന് സുഖമായിട്ട് കിടന്നു കഴിഞ്ഞേച്ച് ഒരു 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പാസ്റ്റർ കൺവെൻഷൻ നടത്തിക്കൊണ്ടിരുന്ന സമയം ഇങ്ങനെ ഒരു പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് രാത്രിയില് ഞാൻ ഇങ്ങനെ ഒരു മലയിൽ പോയി പ്രസംഗിച്ചു, ദൈവം എന്നോട് സംസാരിച്ച കാര്യം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു മകൻ ഓടി വന്നിട്ട് പറയാ, പാസ്റ്ററെ, അന്ന് രാത്രിയിൽ പാസ്റ്റർ അന്ന് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോയനെ. ഞാൻ കഴുത്തിനകത്ത് കൂരി കെട്ടുകൊണ്ടിരുന്ന് മരിക്കാതിരുന്ന സമയത്താണ് ഇന്ന് നീ മരിച്ചാ നിന്റെ നിത്യത എവിടെയെന്നുള്ള ശബ്ദം എന്റെ ചെവിയിൽ മുഴങ്ങി കേട്ടത്. ഞാൻ ആ കയറഴിച്ചു വന്ന് ഇപ്പോൾ ഞാൻ കർത്താവിന്റെ പൈതലായിരുന്നു. ആ മകനെ വിടുവിക്കാൻ വേണ്ടിയാണ് ഈ ദൈവദാസനോട് ദൈവം അങ്ങനെ സംസാരിച്ചത്. അങ്ങനെ ഞങ്ങൾ ആ ഭവനത്തിൽ കടന്നുപോയി ആത്മഹത്യ
അവസ്ഥയിലായിരുന്ന ആ 4 പേരെയും വെടിവെച്ചു. അതിനുശേഷം വേറൊരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളില്ല, പലർക്കും കുഞ്ഞുങ്ങളില്ല, തലമുറകളില്ല, 10 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ല. അന്നേരത്തേക്ക് അന്ന് കല്യാണം കഴിപ്പിച്ചിട്ട് 3 വർഷമായി. ആ ചെറുക്കൻ കൊണ്ട് ആ പെങ്കൊച്ചിനെ കൊണ്ട് വീട്ടിൽ വിടുക. വീട്ടിൽ വിട്ടിട്ട് പറഞ്ഞു, എന്റെ അമ്മ പറഞ്ഞു ഇവക്ക് തലമുറകളില്ലാത്തതുകൊണ്ട് ഇവിടെ കൊണ്ട് ഉപേക്ഷിക്കാന്. എന്നെ കേൾക്കുന്ന പലരും ഉണ്ട്, തലമുറകളില്ലാത്ത പലരും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കരുത്, ദൈവം തന്ന കൂട്ടാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ അവരെ കൈത്താങ്ങണം. അങ്ങനെ ഞാൻ പറഞ്ഞു, മോനെ എന്താ കാര്യം? എനിക്ക് അവളോട് കലിപ്പൊന്നുമില്ല, എന്റെ അമ്മയ്ക്ക് അവളോട് ഭയങ്കര കലിപ്പാ, ഇവള് മച്ചിയാണ്, തലമുറ ഇല്ല എന്ന് പറഞ്ഞ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ എന്നാ ചെയ്യണം, എനിക്ക് എന്റെ അമ്മയെ കളയാൻ പറ്റത്തില്ല, ഭാര്യയെ കളയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇവളെ കൊണ്ട് ഞാൻ വീട്ടിൽ വിടുവാന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് ഞാനും ദേവദാസനും കൂടെ പറഞ്ഞു, 1 വർഷം നീ ഇവളെ 1 വർഷം നോക്ക്, ദൈവം നിങ്ങൾക്ക് തലമുറകളെ നൽകി തരും. ഈ മാതാവും പിതാവും എന്ത് കഷ്ടപ്പെട്ടാണ്, ഒരു പെങ്കൊച്ചേ ഉള്ളൂ, 2 ആൺപിള്ളേര് നിങ്ങൾക്ക് സ്ത്രീധനം തന്നു വിട്ടത്. അതുകൊണ്ട് നിങ്ങൾ ഈ പെങ്കൊച്ചിനെ കെട്ടിച്ചു തന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്ക്, ഞങ്ങളും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഐക്യതയോടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. രണ്ടുപേരും ഞങ്ങൾ ഓടി വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് നീ ഇവിടെ വരണം, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നീ ഇവിടെ ചേർത്തോണം, അടുത്ത വർഷം ദൈവം നിങ്ങൾക്ക് തലമുറ തരുമെന്ന് പറഞ്ഞു. അടുത്ത വർഷം ആയപ്പോഴേക്ക് സോണിയയ്ക്ക് ദൈവം ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്ത്, അതിന്റെ പിറ്റേ വർഷം ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്ത്. കാരണം ഡിവോഴ്സിന്റെ വക്കിലേക്ക് പിശാച് ഇങ്ങനെ ഓരോരോ കാരണം ഡിവോഴ്സിന്റെ വക്കിലെത്താൻ. പക്ഷെ ദൈവമാണ് കുടുംബത്തെ കൂട്ടിച്ചേർത്തത്. പക്ഷെ കുടുംബത്തെ കലഹം ഉണ്ടാക്കുന്ന പിശാചാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കുടുംബം, ഒരു ഭാര്യയും ഭർത്താവും ഇന്നത്തെ കാലത്ത് തുണയും മാറുന്നത് പോലെയാണ് ഭാര്യയും ഭർത്താവും മാറ്റിയെടുക്കുന്നത്. ഡിവോഴ്സിന്റെ വക്കിലെത്തുകയാണ്. കാരണം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? നമ്മുടെ കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് കർത്താവേ അവരുടെ കുടുംബജീവിതം ക്രിസ്തുവിൽ ധന്യകരമായി തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. കാരണം ഒത്തിരി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ കുടുംബത്തിലും ഡിവോഴ്സിന്റെ വക്കിലെത്തി ഭയങ്കര പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് ആത്മഹത്യക്ക് പലരും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വീട്ടിൽ ഞങ്ങൾ ഇങ്ങനെ കടന്നു ചെന്നപ്പോഴത്തേക്ക് അവരിങ്ങനെ വായിക്കകത്ത് വിഷം ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനല്ല, എന്റെ സഹോദരൻ ദാനിയേല് ജോമോനെ എന്ന് വിളിച്ചു. അന്നേരത്തേക്ക് അവൻ വേഗം തട്ടിക്കളഞ്ഞ് ഇറങ്ങി വന്നു. ആ കറക്റ്റ് ടൈമിങ്ങിൽ നമ്മളോട് ദൈവം പറയും ചെല്ലാൻ പറഞ്ഞാൽ നമ്മൾ പോകണം. അവരെ നമുക്ക് വീണ്ടെടുക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ നമ്മൾ പാപം ചെയ്യുന്നു എന്നാണ് ദൈവം പറയുന്നത്. അതുകൊണ്ട് 22 വർഷമായിട്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. കഴിഞ്ഞ 8 വർഷം മുമ്പ് വേറൊരു ടിവിയിൽ ഇങ്ങനെ എന്റെ ടെസ്റ്റ് മണി പറഞ്ഞു. അപ്പോഴത്തേക്ക് ദുബായിൽ നിന്ന് ഒരു അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു, സിസ്റ്ററെ മേരിമോളെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് കത്തോലിക്കലൊരച്ചായന. ഞാൻ പ്രാർത്ഥിച്ചു, ജസ്റ്റ് പ്രാർത്ഥിച്ചങ്ങ് വിട്ടു, ഫോണിൽ കൂടെയാണ്. അന്നേരത്തേക്ക് പറഞ്ഞു, പിന്നെയും വിളിച്ചു പറഞ്ഞു, ഞാൻ എന്തിനാ പ്രാർത്ഥിക്കാൻ പറഞ്ഞതെന്ന് അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നോട് അച്ഛൻ പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചില്ല എന്ന് പറഞ്ഞു. എനിക്ക് 8 ബ്ലോക്ക് ഹാർട്ടിനകത്തുണ്ട്. നാളെ എന്റെ ഓപ്പറേഷൻ ആണ്. ഞാൻ നാളെ ആശുപത്രി ചെല്ലുമ്പോൾ 8 ബ്ലോക്കും അവിടെ ഇല്ല എങ്കിൽ നിങ്ങളുടെ ദൈവത്തെ ഞാൻ സേവിക്കുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് എനിക്കും ദേവദാസിന് ഒരു ഭയം, ഇങ്ങനെ പെട്ടെന്ന് പറയുന്നത് എങ്ങനെയാ? അന്നേരം ഞാനും ദേവദാസനും കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. ലോറൻസ് എന്നാണ് ആ പേര്. അന്നേരത്തേക്ക് ഞാനും പ്രിയ ദേവദാസിനോട് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ, പിറ്റേ ദിവസം രാവിലെ അപ്പൊ പ്രിയ പിതാവ് വിളിക്കുകയാണ്, ഞാൻ ആശുപത്രിയിൽ പോയി 8 ബ്ലോക്കും ഇല്ല, ഞാൻ നിങ്ങളുടെ ദൈവത്തെ സേവിക്കാമെന്ന് പറഞ്ഞു. ആ അച്ചായന് വട്ടപ്പറമ്പിൽ ലോറൻസ് തിരുവല്ലായി വന്നപ്പോൾ ഞങ്ങള് ഫേസ്ബുക്ക് വഴി മാത്രമാണ് കാണുന്നത്. അവിടെ വീട്ടിൽ പോയി കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ദൈവവചനം ഞങ്ങൾ സംസാരിച്ചു. അങ്ങനെ പ്രിയ ദേവദാസൻ ദൈവവചനം സംസാരിച്ചു. പ്രിയ പിതാവ് രക്ഷിക്കപ്പെട്ടു. ഞാൻ ഇങ്ങനെ ദൈവവചനം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോള് വിളിക്കും. പുള്ളിക്ക് എപ്പോഴും ശ്വാസം മുട്ടലാണ്. അപ്പൊ എന്നെ വിളിക്കും, ദേവദാസനെ വിളിക്കും, പ്രാർത്ഥിക്കും, സൗഖ്യമാകും. പിന്നെ ഞാൻ ഇങ്ങനെ ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം മരിച്ച സ്വർഗത്തിൽ പോകണമെങ്കിൽ കർത്താവിനെ അറിയണം, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം എന്നൊക്കെ പറയും. മേരുമോളെ എനിക്ക് ബൈബിൾ കൊണ്ട് തരാമോ എന്ന് ചോദിക്കും. അവരുടെ ബൈബിളുണ്ട്, കത്തോലിക്ക ബൈബിളുണ്ട്. പക്ഷേ ഞാൻ നമ്മുടെ ബൈബിളൊക്കെ കൊണ്ട് കൊടുത്തു. അച്ഛൻ അത് വായിക്കാൻ തുടങ്ങി. വായിച്ചു കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ വലിയ ഉന്നതനാണ്. പക്ഷേ അച്ഛന് ഷുഗർ വന്ന് 2 കാലും മുറിച്ചു കളഞ്ഞ്. ഭാര്യ വിശ്വാസിയല്ല, ഒരു മകനുണ്ട് വിശ്വാസിയല്ല. പക്ഷേ അച്ഛൻ ഇങ്ങനെ ദൈവത്തെ കൂടുതൽ സ്നേഹിച്ചു. ഒറ്റ ആരാധനാലയത്തിൽ അച്ഛൻ പോയിട്ടില്ല. അച്ഛൻ ഈ ഞാനുമായിട്ടുള്ള സംസാരത്തിൽ ഇങ്ങനെ സംസാരിക്കും, ദേവദാസനോട് സംസാരിക്കുക, ദൈവജനം പലതും ഞങ്ങളോട് ചോദിക്കുക, ഞങ്ങൾ തിരിച്ചും അങ്ങ് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി എന്നെ വിളിച്ചു പറഞ്ഞു, മേരിമോളെ എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങ് പെട്ടുപോയതുപോലെ ആയിപ്പോയി. കർത്താവേ, ഈ അച്ഛന്റെ 2 കാലും മുറിച്ചു, ഭാര്യ രക്ഷിക്കപ്പെട്ടിട്ടില്ല, സ്നാനപ്പെട്ടിട്ടില്ല, വലിയ വീട്ടിലെ കുടുംബത്തിലെ ഒരു അച്ഛനാണ്, ഞാൻ എങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തും? കാരണം വീൽ ചെയറിൽ അച്ഛൻ നിൽക്കുന്നത്. നേരത്തേക്ക്
ഞാൻ പറഞ്ഞു, അച്ഛൻ രക്ഷിക്കപ്പെട്ടയാളല്ലേ, ഇനി സ്വർഗത്തിൽ പൊക്കോളും. ഞാൻ വലിയ കാര്യത്തിലൂടെ പറഞ്ഞു, അച്ഛൻ സ്വർഗത്തിൽ പോകും. അച്ഛനും ഇപ്പൊ പാവൊന്നും ചെയ്യുന്നില്ലല്ലോ, തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ, ദൈവജനം ചെറിയ കിടക്കെ തന്നെയൊക്കെ അല്ലേ. ഞാൻ മരിച്ചാൽ എന്റെ ആത്മാവിന്റെ വില മേരിമോള് കൊടുക്കും എന്ന് പറഞ്ഞു. ദേവദാസും കായംകുളത്തോണ്ട അച്ഛനെ കൊണ്ടുപോയി വണ്ടിയിൽ എടുത്തോണ്ട് പോയി 3 പേരും വെള്ളത്തിലാക്കി മുക്കിപ്പൊക്കി. അതുകൊണ്ട് ജ്ഞാനസ്നാനം എന്നുള്ളത്, കാരണം ശിശു സ്നാനമാണ് കത്തോലിക്കയില്. കാരണം ഒരിക്കലും ശിശു സ്നാനമല്ല ജ്ഞാനസ്നാനം. യേശു കർത്താവ് ജ്ഞാനസ്നാനമാണ് ചെയ്യുന്നത്. അറിവോടുകൂടിയുള്ള സ്നാനം ചെയ്താൽ മാത്രമേ നമ്മൾ സ്വർഗരാജ്യത്തിൽ പോവുകയുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ കത്തോലിക്കയിൽ പോകുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ കൂദാശ ചെല്ലുന്നുണ്ട്, ഞാൻ അത് ചെയ്യുന്നുണ്ട്, ഞാൻ പാവിയായിട്ട് തെറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയും. പക്ഷേ മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറയുന്ന 10 പേരും ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പിൻപറ്റുന്നവരാ, പെന്തക്കോസ്തുകാര്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ എല്ലാവരും കർത്താവ് ഉദ്ദേശിക്കുന്ന കർത്താവിന്റെ വരവിൽ എല്ലാവരും എടുക്കപ്പെടണം എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ, അതുകൊണ്ട് കത്തോലിക്ക പള്ളിയിലാണെങ്കിലും കർത്താവ് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കുക, ഇന്ന് നിന്റെ ആത്മാവിന്റെ ദൈവം നിന്നോട് ചോദിച്ചാൽ നീ സ്വർഗരാജ്യത്തിൽ പോകുമോ എന്ന് ചോദിക്കുക. അച്ഛൻ പറഞ്ഞത് ശരിയാണ്. ഒരു കത്തോലിക്ക വീട്ടിൽ ഞാൻ പോയപ്പോഴത്തേക്ക് അവരെന്നോട് ചോദിക്കണേ, മരിച്ചു കഴിഞ്ഞേച്ച് അവര് മരിച്ചുപോയി, ഞങ്ങൾ മരിച്ചു പോയിട്ട് പിറ്റേ വർഷം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു. ഞാൻ അന്നേരത്തേക്ക് ഒരു കഥയിലൂടെ പറഞ്ഞു. ഒരു വാഴ കൊണ്ട് വെച്ച് ആ വാഴയ്ക്ക് വളം ഒന്നിട്ടില്ല, ആ വാഴ വെട്ടി പിന്നെ ചന്തയിൽ കൊണ്ട് കൊടുത്തു. ചന്തയിലെ കടക്കാരൻ പറഞ്ഞു, ഇതിന് നല്ല വളവും പിന്നെ മരുന്നൊക്കെ ഇട്ടാൽ നല്ല കൊല കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെയും വന്നിട്ട് ഈ മാണത്തിന് ആരെങ്കിലും വളവും ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വാഴ കുരയ്ക്കുമെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അതുപോലെ ഇപ്പൊ നിങ്ങൾ കാണിക്കുന്നത്, കാരണം മരിച്ചു കഴിഞ്ഞാൽ പോകേണ്ടടുത്ത് പോകും. കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച, ഹൃദയം കൊണ്ട് വിശ്വസിച്ച, വായി കൊണ്ട് ഏറ്റു പറഞ്ഞ കർത്താവ് പറഞ്ഞ ജ്ഞാനസ്നാനം, അതായത് ശിശു സ്നാനമല്ല. ശിശുക്കളെ ആര് മരിച്ചാലും അവർ സ്വർഗരാജ്യത്തിൽ പോകും. ജ്ഞാനസ്നാനം, അറിവോടുകൂടിയുള്ള സ്നാനം. യേശു കർത്താവ് അറിവോടുകൂടിയാണ് സ്നാനപ്പെട്ടത്. വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി പൊങ്ങി സ്നാനപ്പെടണം. എന്നിട്ട് പരിശുദ്ധാത്മാഭിഷേകം പറയും. പരിശുദ്ധാത്മാവ് എന്താ പറയുന്നു? ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യണം, എങ്ങോട്ടോടണം, ഏതാണ് സത്യമെന്നറിയാതെ ജനം നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവസ്നാനത്തിൽ നീ മുട്ടമടക്കിക്ക്. അത് ഏത് ജാതിയിലുള്ള വ്യക്തിയാണെങ്കിലും, മുസ്ലിം ആണെങ്കിലും, ഹിന്ദു ആണെങ്കിലും, ക്രിസ്ത്യാനിയാണെങ്കിലും, കത്തോലിക്കക്കാരാണെങ്കിലും, പെന്തക്കോസ്തുകാരാണെങ്കിലും, നീ ഒന്ന് മുട്ടമടക്കി നീ ദൈവസ്നാനത്തിൽ ഒന്ന് നിലവിളിക്ക. കർത്താവേ, ഞാൻ ഈ പോകുന്ന പോക്ക് എങ്ങോട്ടാണ്? ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്, കാശുണ്ടാക്കുവാൻ ഞാൻ ഗൾഫിൽ പോകുന്നുണ്ട്, ഹല്ലേലൂയ, ഞാൻ അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ നിന്നോട് ദൈവം ചോദിക്കുകയാണ്, നിനക്ക് സമാധാനമുണ്ടോ? നിനക്ക് സന്തോഷമുണ്ടോ? ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെ പോകുമെന്ന് നീ നിന്നോട് തന്നെ ഒന്ന് ചോദിച്ചാൽ മതി. എന്നിട്ട് ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ ദൈവവചനം വായിച്ചാൽ മതി. നമ്മുടെ ബൈബിൾ കൊണ്ട് പാത്ത് വെക്കുകയല്ല, ബൈബിൾ വായിക്കാനാണ് ദൈവം തരുന്നത്. ആ ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ കർത്താവേ ഇത് ഗ്രഹിക്കുവാനുള്ള ഒരു കൃപ തരണമേന്ന് പ്രാർത്ഥിക്കാം. ഷണ്ണൻ ഇങ്ങനെ നടന്നു പോയപ്പോഴത്തേക്ക് ഫിലിപ്പോസിനോട് ദൈവം പറയുകയാണ്, നീ തേരോട് ചേർന്ന് നടക്ക. അന്നത്തേക്ക് തേരോട് ചേർന്ന് നടന്നപ്പോഴത്തേക്ക് എത്യോപ്യയിലെ മന്ത്രിയാണ് ഷണ്ണന്. മന്ത്രിക്ക് ആരും സുവിശേഷം പറഞ്ഞു കൊടുത്തില്ല. മന്ത്രി ഈ യെശയ്യാപ്രവചനം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷണ്ണൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിപ്പം പൗലോസ് പറയുന്നത്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? ഇന്ന് നമ്മളെല്ലാവരും ബൈബിള് വായിക്കുന്നുണ്ട്, ആരെങ്കിലും ഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ടുണ്ടോ? ഗ്രഹിക്കുവാണെങ്കിൽ നമ്മൾ ആരും കർത്താവ് ഈ ലോകം പോകുന്ന വഴിയിലൂടെ പോകത്തില്ല, കർത്താവ് പറയുന്ന വഴിയിലൂടെ പോകത്തുള്ളൂ. ഗ്രഹിച്ചു കഴിയുമ്പോഴത്തേക്ക് ജ്ഞാനസ്നാനത്തിലേക്ക് നമ്മൾ കടന്നു വരും. അങ്ങനെ ജ്ഞാനസ്നാനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ കടന്നു പോകത്തുള്ളൂ. ഈ കർത്താവ് ഈ രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ദൈവം ചേർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പെന്തക്കോസ്തുകാർ ഒരിക്കലും മതം മാറ്റുന്നവരല്ല, മനം മാറ്റുന്നവരാണ്. നിങ്ങളെ നിത്യമായ നരകത്തിൽ പോകാതിരിക്കാൻ, നിത്യമായ ജീവനിലേക്ക് പോകുവാൻ വേണ്ടിയാണ് ഞങ്ങളെ പോലെയുള്ളവർ നിങ്ങളോട് ഈ അനുഭവവും സുവിശേഷവും പറയുന്നത്. അല്ലെങ്കിൽ വേറെ പരിപാടി ഇല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കും, നിങ്ങൾ പറയും. പക്ഷെ നിങ്ങൾ നിത്യമായ നരകത്തിലാ പോകുന്നേ. നീ ഉണ്ടാക്കുന്നുണ്ട്, നീ അധ്വാനിക്കുന്നുണ്ട്, നീ ഒത്തിരി സാധനം ഉണ്ടാക്കുന്നുണ്ട്, നിന്റെ കളപ്പുരയിൽ കൂട്ടുന്നുണ്ട്, നിന്റെ കുഞ്ഞുങ്ങളെ നീ വിദേശത്ത് വിടുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് രാത്രി നിന്റെ ആത്മാവ് ചോദിച്ചു കഴിഞ്ഞാൽ നീ എങ്ങോട്ടാ പോകുന്നതെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ ചിന്തിക്കണം, അയ്യോ ഇത്ര നാൾ ഞാൻ ഓടിയല്ലോ, ഞാൻ അധ്വാനിച്ചല്ലോ, ഞാൻ എനിക്ക് വേണ്ടി എന്ത് നേടി? നിന്റെ ആത്മീകമായ മനുഷ്യൻ നീ വളർത്തിയിട്ടുണ്ടോ? അനുദിനം നീ ദൈവവചനം വായിച്ചിട്ടുണ്ടോ? തിരുവല്ലായിന്ന് ഒരു ഹെഡ് മാസ്റ്റർ എന്നെ വിളിച്ചു. ഞാൻ പലരോട് ഇങ്ങനെ സുവിശേഷം പറയുന്നതുകൊണ്ട് ഒരു ഹെഡ് മാസ്റ്റർ എന്നെ വിളിച്ചു.
ബൈബിൾ എഴുതി ഞാൻ അച്ഛന് കൊടുത്ത വ്യക്തിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ ഒരിക്കലും സ്വർഗത്തിൽ പോത്തില്ലെന്ന് പറഞ്ഞു. അതെന്നാ സിസ്റ്റർ അങ്ങനെ പറഞ്ഞു ചോദിച്ചു. ബൈബിൾ എഴുതിയ വ്യക്തിയാണെങ്കിലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടോ ചോദിച്ചു. അതങ്ങനെ ഞങ്ങൾ കുഞ്ഞിലെ രക്ഷിക്കപ്പെട്ട് മാമോദിസയൊക്കെ സ്വീകരിക്കുന്ന വ്യക്തിയാ. കാരണം തിരുവല്ലയിലെ ഒരു പ്രൊഫസറാ. എന്നിട്ട് ഇപ്പം റിട്ടയർഡ് ആയിട്ടിരിക്കുക. എന്നെ മിക്കവാറും വിളിക്കും. അന്നേരത്തേക്ക് ഞാൻ പറഞ്ഞു ബൈബിൾ എഴുതിയാലും നീ സ്വർഗത്തിൽ പോത്തില്ല. ഈ 10 കന്യകമാരുടെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞു. അർദ്ധരാത്രി മണവാളൻ വന്നപ്പോഴത്തേക്ക് കതക് തട്ടിയപ്പോഴത്തേക്ക് 10 പേര് എഴുന്നേറ്റു. 10 പേര് എഴുന്നേറ്റ് എല്ലാവരുടെയും വേഷം ഒരുപോലെയാണ്. എല്ലാവരും ഒരേപോലെ നടക്കുന്നു, ഒരുപോലെ കിടന്നുറങ്ങുന്നു, അവരുടെ ഭാഷ ഒരുപോലെയാണ്. എല്ലാവരും കന്യകന്മാരാ. അവരെ ആരും തെറ്റ് ചെയ്യുന്നവരല്ല. പക്ഷെ എണ്ണ കരുതിയില്ല. അർദ്ധരാത്രി മണവാളൻ വന്നപ്പോഴത്തേക്ക് 10 പേര് എഴുന്നേറ്റ് ശബ്ദം കേട്ടപ്പോഴത്തേക്ക് വിളക്ക് കത്തിച്ചു. അരട്ട് ഇങ്ങനെ ഇരിക്കുക. ഒരു 5 പേരോട് പറയാം ഞങ്ങൾക്ക് ഇച്ചിരി എണ്ണ തരാമോ? അന്നേരം ഈ 5 പേരെന്നാ പറയുന്നറിയാവോ? അവരുടെ അടുത്ത് പോയി വാങ്ങിക്ക്. വേണമെങ്കിൽ കർത്താവിന് ഇവര് വാങ്ങിച്ചോണ്ട് വന്ന് കഴിച്ചു വരാമായിരുന്നു. ഇവര് കാത്തിരുന്ന സമയത്ത് കർത്താവ് വന്നില്ല. ഇവര് ഉറങ്ങിയ സമയത്ത് കർത്താവ് വന്നില്ല. ഇവര് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത് കർത്താവ് വന്നില്ല. ഇവര് പോയ സമയം ദൈവത്തിന്റെ ഒരു വലിയൊരു ദൂത പോയ സമയത്താണ് കർത്താവ് വന്നത്. മണവാളൻ വന്നു, ഒരുങ്ങിയിരുന്ന 5 പേരെ അകത്ത് കയറ്റി കഥ കടച്ചു. കഥ കടച്ചതിന് ശേഷം മറ്റവരെന്നേരത്തേക്ക് വിളക്കും എണ്ണയും പിടിച്ചുകൊണ്ട് ഓടി വന്നു. കഥയെ തട്ടിയിട്ട് പറയുകയാണ്, യജമാനനെ കഥ തുറക്ക്. നിങ്ങൾ ആരാ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഞാൻ നിങ്ങളെ അറിയത്തേ ഇല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ, നമ്മൾ പ്രാർത്ഥിക്കേണ്ടവണ്ണം പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കുക. ആർക്കാനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കരുത്. ആർക്കാനും വേണ്ടി നമ്മൾ പ്രസംഗിക്കരുത്. നമ്മൾ പറഞ്ഞത് സത്യമാണോ എന്ന് ചിന്തിച്ച് മാത്രം നമ്മൾ സത്യം പറയണം. കാരണം 15-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു നമ്മുടെ കഴുത്ത് പോയാൽ പോലും നമ്മൾ സത്യം പറയണം. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ എത്ര പേര് കള്ളം പറയുന്നുണ്ട്? നമ്മുടെ ഭാര്യമാരോട് എത്ര പേര് കള്ളം പറയുന്നുണ്ട്? നിങ്ങളുടെ തല പോയാൽ നിങ്ങൾ സത്യം പറയാം. നമ്മൾ കർത്താവിന് വേണ്ടി പോകാൻ ഒരുങ്ങിയിരിക്കുന്നവരല്ലേ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ, നമ്മൾ കർത്താവിന് വേണ്ടി വരവ് ഏറ്റവും അടുത്തു. അല്ലെങ്കിൽ രാത്രി കഴിവാറായി, പകൽ ഏറ്റവും അടുത്തു. ആ കർത്താവിന് വരവിൽ നമ്മൾ പോകണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഒരുങ്ങണം. അതുകൊണ്ട് എന്റെ രോഗമാണോ? എനിക്ക് രോഗം വന്നല്ലോ, എന്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ, എന്റെ ഭർത്താവ് എന്നെ സംശയിക്കുന്നല്ലോ, എന്റെ ഭാര്യ എന്നെ സംശയിക്കുന്നല്ലോ, ഒരു ഡിവോഴ്സിന്റെ വക്കിൽ എത്തിയിരിക്കുന്നല്ലോ എന്നും പറഞ്ഞ് നീ വിഷമിക്കണ്ട. എന്തിനാ വിഷമിക്കുന്നത്? നീ കഴിച്ചാൽ നിനക്ക് കൊള്ളാം, നീ സന്തോഷമായിട്ട് നടന്നത് നിനക്ക് കൊള്ളാം. ഇന്നത്തെ കാലത്ത് ആരുടെയും മുഖത്ത് സന്തോഷമുണ്ടോ? എല്ലാവർക്കും കയ്യിൽ കാശുണ്ട്, എല്ലാവരുടെയും കയ്യിൽ നല്ല വാഹനമുണ്ട്, നല്ല വീടുണ്ട്. പക്ഷെ ആരുടെയും മുഖത്ത് സന്തോഷം ഉണ്ടെന്ന് ചിന്തിച്ചു നോക്കിക്കേ. എല്ലാവരും ഓടടാ, തിരക്ക്. അന്നത്തെ കാലത്ത് 10ഉം 14ഉം 15ഉം പിള്ളേര്, അവരെ എല്ലാം നോക്കിയിട്ട് മാതാപിതാക്കള് കൈകോയടിച്ച് പാട്ടുപാടും. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് 2ഉം 3ഉം പിള്ളേര്, ഒരാൾ അമേരിക്കയിലാണ്, ഒരാൾ അയർലൻഡില്. പിന്നെ വീഡിയോ കോൾ വിളിക്കുക, വേറെ കാര്യങ്ങൾ ചെയ്യുക. പക്ഷെ ഒരു സമാധാനമുണ്ടോ? സന്തോഷമുണ്ടോ? അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് വേണ്ടി അധികം പ്രയോജനപ്പെടട്ടെ. നമ്മുടെ ആത്മാവ് കർത്താവ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കർത്താവിന്റെ രാജ്യത്തിൽ പോകുന്നവരാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. എന്റെ ജീവിതത്തിൽ 7 ഓപ്പറേഷൻ കഴിഞ്ഞ വ്യക്തിയാണ്. ബ്രെയിൻ ട്യൂമർ വന്നെങ്കിലും കർത്താവിനെ വിടുവിച്ചു. ഇപ്പോൾ 17 വർഷമായിട്ട് ഞാൻ മരുന്നൊന്നും എടുക്കുന്നില്ല. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു രക്തദാനം ചെയ്യണമെന്നുള്ളത്. രക്തദാനം മഹാദാനം, കുഞ്ഞിലേ തൊട്ടുള്ള ഒരു ഇതാണ് രക്തം കൊടുക്കുക എന്നുള്ളത്. അന്നേരത്തേക്ക് വളരെ ചെറുപ്പത്തിൽ എനിക്ക് ആരോഗ്യമില്ലാത്തതുകൊണ്ട് ആരും അടുത്ത ലാസ്റ്റ് ടെസ്റ്റ് മണി പറഞ്ഞ് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാന് പിന്നെ ഡൊണേറ്റ് ചെയ്യാനായിട്ട് പോയി. കാരണം എന്റെ ഇളയ കുഞ്ഞിന്റെ കൂടെ പഠിക്കുന്ന കുഞ്ഞിന് 24 മാർക്ക് കിട്ടും. അന്നേരം 2 പേരെ അവള് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അന്നേരം ഡൊണേറ്റ് ചെയ്യപ്പോ ഒന്ന് പാസ്റ്ററും ഒന്ന് വേറൊരാളുമാണ്. അന്നേരത്തേക്ക് പാസ്റ്റർക്ക് പ്രഷർ കൂടുതലാണ്, എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അന്നേരം ഈ കുഞ്ഞ് കരഞ്ഞു. അന്നേരം എന്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി, അയ്യോ ഇനി 24 മാർക്ക് പോയല്ലോ, വേറെ ആരും വന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, മോളെ നീ വിഷമിക്കണ്ട, ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ ട്രൈ ചെയ്യട്ടെ, എനിക്ക് രക്തം കൊടുക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമാന്ന് പറഞ്ഞു. അന്നേരം രക്തം എടുക്കുന്ന ഓക്സേലിയ സ്കൂളിൽ കട്ടപ്പനയില്. അന്നേരത്തേക്ക് ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എന്റെ രക്തം ഒന്ന് എടുക്കാവോ എന്ന് ചോദിച്ചു. അതിനെ കുഴപ്പമൊന്നുമില്ല, രക്തം കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് 7 ഓപ്പറേഷൻ കഴിഞ്ഞ് ബ്രെയിൻ ട്യൂമർ ആയ ആളാന്ന് പറഞ്ഞു. എത്ര വർഷമായെന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കര ആഗ്രഹം രക്തം കൊടുക്കണം എന്നുള്ള, രക്തദാനം മഹാദാനം എന്നുള്ള ആ കുഞ്ഞിലുള്ള ചിന്തയാ. ഒരു പ്രാവശ്യമെങ്കിലും എന്റെ രക്തം കൊടുക്കണം എന്ന ചിന്തയാ. അന്നേരത്തേക്ക് ഞാൻ പറഞ്ഞു എന്റെ രക്തം കൊടുക്കാമെന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് പറഞ്ഞു, എത്ര വർഷമായി? ഞാൻ പറഞ്ഞു 17 വർഷമായി ബ്രെയിൻ ട്യൂമറിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിച്ച്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എത്ര വർഷമായി മരുന്ന് എടുക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ പറഞ്ഞു 16 വർഷമായിട്ട് ഞാൻ മരുന്നൊന്നും എടുക്കുന്നില്ല ഡോക്ടറെ എന്ന് പറഞ്ഞു. ധൈര്യമായിട്ട് കൊടുത്തോളാൻ പറഞ്ഞു. ഉടനെ എന്റെ ജീവിതത്തിൽ ഒരസുഖവും ഇല്ല. അന്നേരത്തേക്ക് എന്റെ ബ്ലഡ് എടുത്തു. അവര് ബ്ലഡ് എടുത്ത് ആ കൊച്ചിന് മാർക്കും കിട്ടി. എനിക്ക് സന്തോഷം, ആ കൊച്ചിന് സന്തോഷം. പ്രിയ ദേവദാസൻ പോയി ഭക്ഷണമൊക്കെ
തിരിച്ചു വന്നപ്പം പ്രിയ ദേവദാസിന്റെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു. അന്നേരത്തേക്ക് കൊച്ചിന് 24 മാർക്ക് കിട്ടില്ല. അതാ എന്റെ ചിന്ത. അന്നേരത്തേക്ക് അങ്ങനെ ഇരിക്കെ ഞാൻ ഇങ്ങനെ ഇരിക്കുവാ. ഇരുന്നപ്പോഴത്തേക്ക് എല്ലാവരോടും പറഞ്ഞു എന്റെ ഒരു ആഗ്രഹം ദൈവം എനിക്ക് സാധിപ്പിച്ചു തന്നു. ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ ടീച്ചറായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന കുട്ടികളുണ്ട്, കൂടെ പഠിച്ച പിള്ളേരുണ്ട്, ഒത്തിരി അടുത്ത് പഠിച്ചവരുണ്ട്. അതുകൊണ്ട് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. അവർക്കെല്ലാം ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് ദേഹമെല്ലാം വേർക്കാൻ തുടങ്ങി. ഒത്തിരി നേരം ബ്ലഡ് കൊടുത്തു കഴിഞ്ഞ് ദേവദാസൻ പോയി വന്ന് ദേവദാസിന്റെ ബ്ലഡ് എടുത്തു. അത് കഴിച്ചു ഞാനിങ്ങനെ ദേവദാസിനെ നോക്കി നമുക്ക് പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് ദേവദാസൻ എന്നോട് പറഞ്ഞു ഇച്ചിരി കഴിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഞാൻ ഞാൻ പെട്ടെന്ന് തല്ലിടിച്ച് താഴ്ത്തു വീണു. എനിക്കറിയത്തില്ല എന്ത് പറ്റിയെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ മുന്നോട്ടടിച്ച് വീണിട്ട് എന്റെ നെറ്റി ഇവിടെ തൊട്ട് താഴെ വരെ ബ്ലഡ് അങ്ങ് ഒരുപാട് പോയി. ഞാൻ അറിഞ്ഞില്ല. 9 മിനിറ്റോളം എനിക്ക് ബോധമില്ലാതെ ഞാൻ അവിടെ കിടന്ന് കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കുലുക്കി വിളിച്ച് നോക്കിയപ്പോ ഞാൻ വിയർത്ത് കുളിച്ച് കിടന്ന സമയത്തേക്ക് തല ഇറങ്ങി താഴെ വീണതാ. ഞാൻ ചോദിച്ചു എന്നാ പറ്റി? എനിക്കൊന്നും പറ്റിയില്ലല്ലോ, നിങ്ങൾ എന്നെ വിടാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വന്നല്ലേ. ഞാൻ പറഞ്ഞു എന്ത് പറ്റി തല കറങ്ങി? ഞാൻ തലകറക്കൊന്നും വന്നില്ലെന്ന് പറഞ്ഞു. കാരണം എന്റെ വിചാരം എന്നാ ഇവരെന്നെ മരുന്നെടുക്കും എന്നൊക്കെ. നേരത്തേക്ക് പറഞ്ഞു ഇത് വലിയ ആഴത്തിലുള്ള മുറിവാണ്, അതിന് സ്റ്റിച്ച് ഇടണം, സ്റ്റിച്ച് ഇടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് കരിയത്തില്ല എന്ന് പറഞ്ഞു. കാരണം വലുതായിട്ട് ഇങ്ങനെ പൊളന്നു പോയി. പ്പോഴത്തേക്ക് 3-4 സ്റ്റിച്ചിനുള്ള മുറിവുണ്ട്, ബ്ലഡ് ഇഷ്ടം പോലെ പൊക്കൊണ്ടിരിക്കുക. ഉടനെ പിന്നെ പിടിച്ചെന്നെ കട്ടിലേ കിടത്തി. നേരത്തേക്ക് പറഞ്ഞു ആശുപത്രിക്കാർ പറഞ്ഞു ആശുപത്രി അവർക്ക് പ്രശ്നം ഉണ്ടാകും, അതുകൊണ്ട് ആശുപത്രിയിൽ ചെന്ന് കാര്യം പറയണമെന്ന് പറഞ്ഞു. ആശുപത്രിയിൽ എന്നെ കൊണ്ടുപോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് എനിക്കൊരു അസുഖമില്ല, നിങ്ങൾ എന്തെങ്കിലും ഒട്ടിച്ചെന്നെ വിട്ടാൽ മതി എന്ന് പറഞ്ഞു. ദൈവം സഹായിച്ച് പിശാചായിരിക്കും അവിടെ നോക്കിയത്. ഞാൻ തലയടിച്ച് വീണ് എന്റെ തല പൊട്ടി. ഞാൻ പിന്നെ അവിടെ മരുന്നെടുക്കുക, കാരണം ഈ സ്റ്റിച്ച് ഇടണമെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യണ്ടേ. അപ്പൊ എന്റെ തീരുമാനം ദൈവവുമായിട്ടുള്ള തീരുമാനം അവിടെ തെറ്റിപ്പോകുകയല്ലേ. കാരണം എന്റെ ബോധം ദൈവം എനിക്ക് പെട്ടെന്ന് തന്നു. ഏതായാലും ദൈവം സഹായിച്ച് കഴിഞ്ഞ 7 ദിവസമായിട്ട് എന്റെ സ്റ്റിച്ച് കഴിയുന്നില്ല. അത് സ്റ്റിക്കർ മാറ്റിയപ്പോഴത്തേക്ക് ഇങ്ങനെ പൊളന്നിരിക്കുക. അന്നേരത്തേക്ക് അവിടെ ഇങ്ങനെ ബ്ലഡ് വരിക. കർത്താവേ എന്നെ ഇത് സ്റ്റിച്ച് ഇടല്ലേ കർത്താവേ, ദൈവനെ സൗഖ്യമാക്കണമേ എന്ന് ഞാൻ തൊട്ട് പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് എന്റെ ആ സ്റ്റിച്ച് ഉണങ്ങി. ദൈവം എത്ര നല്ലവനാണ്. ഹല്ലേലൂയ. അത് ദൈവത്തെ രുചിച്ചറിയുവാൻ ദൈവം എനിക്ക് കൃപ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 40 ദിവസം ഉപവാസം കഴിഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞ ഞായറാഴ്ച 5 പേര് സ്നാനപ്പെട്ടു. അനേകർ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അനേകർ സ്നാനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കട്ടപ്പന ദേശം പിടിച്ചടക്കുവാൻ ഞങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സഭയിൽ ഇങ്ങനെ ആൾക്കാരും കുഞ്ഞുങ്ങളും ഒത്തിരി പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ദൈവം എന്നെ വിളിച്ചത് ഞാൻ ചെയ്തില്ല എങ്കിൽ ദൈവത്തിന് ഒന്നും പോകത്തില്ല. ദൈവം എന്നെ എടുത്ത് മാറ്റിയിട്ട് വേറെ പ്രിയ ദൈവദാസനെ അവിടെ ആക്കും. എന്നോട് പറയും നീ ഇന്നെ ആക്ക് വേണ്ടി പ്രാർത്ഥിക്കെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാതിരുന്നാൽ അത് പാപമാണ്. എനിക്ക് ശിക്ഷയും കിട്ടും. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ദൈവം അവിടെ അനുഗ്രഹവും കൊടുക്കും. അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ദൗത്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുക. എനിക്കുള്ള താലന്ത് ഞാൻ വ്യാപാരം ചെയ്തോണം. 5 താലന്തുള്ള 5 നേടി, 2 താലന്തുള്ള 2 നേടി, 1 താലന്തുള്ള എന്നാ പറഞ്ഞേ കൊണ്ട് പാത്തിട്ടു കുഴിച്ചു വെച്ച് പറയുകയാണ് നീ വിതറാത്തടത്ത് നിന്ന് കൊയ്യുകയും എന്നും പറഞ്ഞ് നീ കഠിന മനുഷ്യനെന്ന് പറഞ്ഞ് ഞാനത് പാത്ത് വെച്ചേക്കുവാന്ന് പറഞ്ഞു. അവിടെ ദൈവം പറഞ്ഞു എന്നതാ അവനെ കയ്യും കാലും കെട്ടി അവൻ നശിപ്പിച്ചില്ല. കയ്യും കാലും കെട്ടി ഏറ്റവും ഇരുട്ടുള്ളിടത്തോട്ട് വലിച്ചെറിയാനാ. അതുകൊണ്ട് എവിടെ പോയാലും ഏത് ആരാധനയ്ക്ക് കടന്നു പോയാലും നാം ചിന്തിക്കുക ഞാൻ ഇരുട്ടുള്ള അധികാരത്തിലാണോ കടന്നു പോകുന്നതെന്ന് ചിന്തിക്കുക. ദൈവം എന്നെ ചിലപ്പോൾ എനിക്ക് ചിരിക്കാനുള്ള കഴിവായിരിക്കും. അത് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളിങ്ങനെ ഫീൽഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയം എന്റെ ഇളയ കുഞ്ഞ് നടന്നു പോകുന്ന സമയത്താണ് ചിരിക്കുന്ന കാര്യം പറഞ്ഞപ്പം ആ അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്റെ കുഞ്ഞ് എപ്പോഴും ചിരിക്കും, ഇളയ കുഞ്ഞ് എപ്പോഴും ചിരിക്കും. അവൾ വളരെ സന്തോഷവതിയാണ്. ചിരിച്ചുകൊണ്ടിരുന്ന സമയം ഇങ്ങനെ നടന്ന് മുന്നിൽ പോവാ. ഞങ്ങള് പറയാം ഞാൻ ദേവദാസന് മറ്റേ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പുറകെ നടക്കുക, ഞങ്ങൾ രാവും പകലും ഇങ്ങനെ ട്രാക്ട് കൊടുക്കുക. അന്നേരത്തേക്ക് ഒരമ്മച്ചി ഞങ്ങൾ പുറകെ നടന്ന് വരിക. കുഞ്ഞാദ്യം മുന്നിൽ പോയി സംഘത്തിങ്ങനെ തിരുമിട്ട് പറയുക ആ കുഞ്ഞെന്നെ നമുക്ക് ചിരിച്ചല്ലോ കർത്താവ്, എനിക്ക് സന്തോഷമായെന്ന്. ഒത്തിരി പേര് കാരണം ആ വീട്ടിലെ അമ്മയുടെ വീട്ടിൽ ഒത്തിരി പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. ആ കുഞ്ഞിന്റെ ചിരി കണ്ടപ്പോ അമ്മയുടെ ഭാരമെല്ലാം പോയി. നമ്മളൊന്ന് ചിരിച്ചാൽ എന്നാ കുഴപ്പം? മസില് പിടിച്ചല്ല അവരിയ്ക്കുന്നത്. എന്തിനാ നമ്മൾ ചിരിക്കണം? നമ്മൾ ഈ ചിരിച്ചില്ലെങ്കിൽ പിന്നെ ആരെ ചിരിക്കും? നമ്മൾ സന്തോഷിക്കണം. സന്തോഷിപ്പിൻ എപ്പോഴും സന്തോഷിപ്പിൻ എന്നാ പറയുന്നത്. ചിലർക്ക് ഉറക്കമില്ല, ഉറക്കഗുളിക കഴിച്ചാൽ പോലെ ഉറക്കമില്ല. എന്തിനാ ഉറങ്ങാതിരിക്കുന്നത്? രാത്രിയാകുമ്പോ നിങ്ങൾക്ക് ചിന്തയല്ലേ കയറുന്നത്? എന്തിനാ ചിന്തിക്കുന്നത്? ദൈവം അറിയാതെ ഒന്നും വരുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കാതെ ഉറങ്ങണം. ദൈവം എനിക്ക് ഉറക്കം തരണം. എന്താ പറയണമെന്ന് അറിയാവോ? രാത്രി കിടക്കാതെ സ്തോത്രം സ്തോത്രം സ്തോത്രം. എന്നിട്ട് ദൈവം അന്ന് ചെയ്ത ഉപകാരം എല്ലാം ഓർത്ത് വേറെ ചിന്തകൾ വരുമ്പോൾ അതിനെല്ലാം മാറ്റിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം, നല്ല ഉറക്കം തരും. രാവിലെ എഴുന്നേറ്റ് പ്രസരിപ്പോടെ എഴുന്നേക്കണം, ബൈബിള് വായിക്കണം, പ്രാർത്ഥിക്കണം. എന്നിട്ട് ദൈവത്തിന്റെ കർത്താവിനോട് പറയണം ദൈവമേ ഇന്ന് എനിക്ക് ചെയ്യാനുള്ള എല്ലാ കൃപയും തരണം.
ഇപ്പൊ ഞാൻ നോക്കുകയാണെങ്കിൽ നിങ്ങളെ എല്ലാവരെക്കാളും ഏറ്റവും വീക്ക് ശരീരം എന്റെയാണ്. 7 ഓപ്പറേഷൻ കഴിഞ്ഞ വ്യക്തിയാണ്. ഒരു കണ്ണിലെ, ഒരു ചെവിയിലെ, ഒരു സൈഡ് മുഴുവൻ തളർന്നു പോയതാണ്. 5 വർഷം ബ്ലീഡിംഗ് ആയിരുന്നു. 3 കുഞ്ഞുങ്ങളെ ഓപ്പറേഷൻ ആയിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, 2 കാലം തളർന്നു പോയ വ്യക്തിയാണ്. ഇപ്പൊ 17 വർഷമായിട്ട് ഒരു മരുന്ന് എടുക്കുന്നില്ല. അന്നേരം ഞാൻ അന്ന് മരുന്ന് എടുക്കാതെ ആശുപത്രിയിൽ ഇപ്പോ എന്റെ വിശ്വാസം അവർക്ക് മനസ്സിലായി. അതുപോലെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന കർത്താവ്, അതും ഞാൻ പ്രാർത്ഥിക്കുമെന്ന്, കർത്താവെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള ശുശ്രൂഷ എനിക്ക് ദൈവം തരണമേ എന്ന് പ്രാർത്ഥിക്കും. ഞാൻ ചെയ്തതിനേക്കാൾ അധികം നിങ്ങളും ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞിട്ടാ പോയത്. നമ്മളെന്താ വിശ്വസിക്കാഞ്ഞത്? അങ്ങനെ ഇരിക്കാൻ ഞാൻ ആശുപത്രി ഇങ്ങനെ സന്ദർശിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് ഒരു കൊച്ച് ഇത് കുടിച്ചു വന്നു. കുഞ്ഞു കൊച്ച്, ഒരു പീക്കിരിക്ക കുഞ്ഞ് പിന്നെ പെയിന്റ് അടിക്കുന്ന സാധനം എടുത്ത് കുടിച്ചിട്ട് അത് ജീവനില്ലാതെ അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടെ കരഞ്ഞു കാറിക്കൊണ്ട് വരും ആശുപത്രിയിലോട്ട്. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുവാ. ഞാൻ ഇവിടെ നിന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, എന്നാ പറ്റി കുഞ്ഞിന്, എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, കുഞ്ഞ് മരിച്ചുപോയി, കുഞ്ഞ് ഇല്ല, ജീവനില്ല, അവൻ ഇതെടുത്ത് കുടിച്ചു, ഒത്തിരി നേരമായി, കൊച്ചു അനക്കം ഒന്നും ഇല്ല, അതുകൊണ്ട് ഞങ്ങളെല്ലാം ആകെ സ്തംഭിച്ചു വന്നിരിക്കുകയെന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് ഞാൻ പറഞ്ഞു, ദൈവം ഒരു കുഴപ്പമില്ല, കൊച്ചിപ്പ വരുമെന്ന് പറഞ്ഞു. എന്റെ വായിൽ അങ്ങനെ പറയാൻ തോന്നി, ഞാൻ അങ്ങനെ പറഞ്ഞു. എല്ലാവരും നോക്കിയിരിക്കുക, കൊച്ചു അകത്തോട്ട് കയറ്റി അതേ സ്പീഡിൽ കൊച്ചു ഇത് ചിരിച്ചോണ്ട് ഇറങ്ങി വരുന്നു. അപ്പോഴാണ് മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള ശുശ്രൂഷ ദൈവം നമുക്ക് തരും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ എല്ലാം നമ്മളെ കൊണ്ട് ദൈവം നടത്തുക. വിശ്വസിക്കുന്നതിന് സകലവും സാധിക്കും. അതുകൊണ്ട് ഈ പിശാച് ഇങ്ങനെ പരീക്ഷണം ഇടും നമ്മുടെ ജീവിതത്തിൽ. ഇത് തെറ്റിച്ചു കളയുവോ. കാരണം അങ്ങനെയൊക്കെ നമ്മുടെ അടുത്ത പ്രതികൂലങ്ങൾ കടന്നു വരും. പക്ഷെ അതിന് നമ്മൾ ജയിക്കണം. ജയിച്ചു കഴിയുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യം ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിക്കും. നിങ്ങളെല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. 2000 കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നു. ഏകദേശം ഇപ്പോൾ 25 കുടുംബമായി ഇപ്പോൾ മൗണ്ടെയിൻ പ്രയർ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. കട്ടപ്പന പട്ടണം ചുറ്റി, കാരണം 2 കുഞ്ഞുങ്ങൾ ആയിട്ട് ഇങ്ങനെ കടന്നുപോയി അങ്ങനെ പ്രാർത്ഥന നടത്തുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരുപാട് ഫീൽഡ് വർക്ക് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് പേര് രക്ഷിക്കപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്നു. പിന്നെ കുഷ്ഠരോഗം പിടിച്ചവരാ ചർച്ചയിൽ ദൈവം വിടുതൽ കൊടുത്ത് ചർച്ചയിൽ കൊണ്ടുവന്നു. ഒരാശാരി കുടുംബത്തിലെ അങ്ങനെ ഞങ്ങള് നിയോഗം കിട്ടി കഴിഞ്ഞ ആഴ്ച അവിടെ വീട്ടിൽ കടന്നുപോയി. 70 വയസ്സുള്ള പിതാവ് മുരളി എന്നുള്ള പേരാണ്. ഞാൻ ദൈവം ചില കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ നോക്കിയപ്പോൾ ആ പിതാവ് ഇങ്ങനെ കരയുവാണ്. 2 കണ്ണിൽ കൂടെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, പ്രിയ അച്ഛാ കരയണ്ട, ഇന്ന് അച്ഛൻ മരിച്ച അച്ഛൻ സ്വർഗത്തിൽ പോയി, ഈ കാര്യം തന്നെ ചോദിച്ചു. ഇല്ല, അച്ഛനെ രക്ഷിക്കപ്പെടണോ ചോദിച്ചു. എനിക്കാരും പറഞ്ഞു തരാനില്ല, എന്റെ നാട്ടുകാരെയും വീട്ടുകാരെയും ഞാൻ പേടിച്ചിട്ടാ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചിറങ്ങിയപ്പോഴത്തേക്ക് പ്രിയ ദൈവദാസിനെ നിയോഗം കിട്ടി. പ്രിയ മുരളി എന്നുള്ള അച്ഛനോട് ദൈവത്തിന്റെ നാമം പറഞ്ഞ ആ പിതാവ് രക്ഷിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കി. മറ്റേ ബൈബിള് എഴുതി കൊടുത്തു എന്ന് പറഞ്ഞ ആ സാറ് ലാസ്റ്റ് രക്ഷിക്കപ്പെടാൻ എവിടെയാക്കി. അങ്ങനെ ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സർവ്വലോകവും നേടുന്നതിനേക്കാൾ അധികമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, പിതാക്കളെ, മാതാക്കളെ, നിങ്ങൾ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചില്ലെങ്കിൽ, യേശു രോഗസൗഖ്യവാനാണ്, അത്ഭുതവാനാണ്, ശരിയാണ്, ദൈവം ആഹാരം കൊടുക്കുന്നവനാണ്. നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ നീ നിത്യമായ നരകത്തെ കടന്നു പോകുക. നിത്യമായ നരകത്തെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നൊരു കയറ്റമില്ല. അവിടെ ചാകാത്ത പുഴുവും കെടാത്ത തീയും, അതിനകത്ത് നീ നിത്യദണ്ഡനത്തിലാകും. നീ പോകുന്ന വിശ്വാസം, നീ അറിഞ്ഞ വിശ്വാസ പ്രമാണത്തിൽ പോകാതെ എന്താണ് സത്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സത്യത്തിലേക്ക് മടങ്ങി കടന്നു വാ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം എന്നെ കേട്ട അരോമ ടിവിയിലുള്ള എന്നെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഇതിന്റെ ഡയറക്ടർ ആയിരിക്കുന്ന പ്രിയ ദാനിയേൽ പാസ്റ്റർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറയുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഞങ്ങളെ ഓർത്ത്, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുക. കർത്താവ് വരാൻ സമയമായി. കർത്താവിന്റെ വരൽ നമ്മളെല്ലാവരും എടുക്കപ്പെടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് എന്റെ അനുഭവത്തിൽ നിന്നിരിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്വർഗ്ഗപിതാവേ. പിന്നെ ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്നു. ഈ അരോമ TV ഇങ്ങനെ ചാനൽ സംപ്രേഷണം ചെയ്യുന്നല്ലോ. അനേക വ്യക്തി ജീവിതങ്ങളിലേക്ക് കർത്താവേ ഞങ്ങളുടെ അനുഭവങ്ങൾ കടന്നു പോകുമ്പോൾ അത് അനേകർക്ക് ആശ്വാസമായി തീരുവാൻ ഇവിടെ ആക്കണം. അങ്ങേറിയാത്ത അനേകരുണ്ട്, അവരെല്ലാം അങ്ങേറിയുവാൻ ഇവിടെ ആക്കണമേ. പാപത്തെ പച്ചവെള്ളം പോലെ കുടിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. പാപം എന്താന്ന് പോലും അറിയാതെ ജീവിക്കുന്ന അനേകരുണ്ട് കർത്താവേ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മഹത്യക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബ്രെയിൻ ട്യൂമറാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. എയ്ഡ്സ് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. അങ്ങനെ പലവിധ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. തളർവാദ രോഗികളുണ്ട്. അവരെ സൗഖ്യമാക്കുമാറാകണമേ. അടിയനെ സൗഖ്യമാക്കിയ കർത്താവേ, അവരെ സൗഖ്യമാക്കണമേ. ഏത് പ്രയാസത്തോടെ അവർ ആയിരിക്കുന്നുവോ
ആയിരിക്കുന്നുവോ, ഏത് പ്രശ്നത്തിലൂടെ അവർ ആയിരിക്കുന്നുവോ, ആ പ്രശ്നങ്ങൾ ദൈവം മാറ്റി കർത്താവിന്റെ കുഞ്ഞുങ്ങളാക്കി തീർക്കുമാറാകണമേ. ഇങ്ങനെ ആരോമായ TV ചാനൽ സംരക്ഷണത്തിനായി സ്തോത്രം. പ്രിയ ദൈവദാസനെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. അനേക ഇടങ്ങളിൽ അനേകർക്ക് ആശ്വാസമായി തീർന്നുകൊണ്ടിരിക്കുന്നല്ലോ കർത്താവെ. ഇനിയും അനേകർക്ക് ആശ്വാസമായി തീരുവാൻ എന്റെ ദൈവം ഇടയാക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകണം. ഇങ്ങനൊരു അവസരം ദൈവം നൽകി തന്നതിനായി സ്തോത്രം. എന്നെ കേട്ടായ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നെങ്കിൽ ദൈവം അവരെ സൗഖ്യമാക്കണം. ആരെങ്കിലും വിവാഹം കഴിക്കാതെ കർത്താവ് ഭവനത്തിലായിരിക്കുന്നെങ്കിൽ തക്ക സമയത്ത് അവർക്ക് വിവാഹം ദൈവം നൽകി കൊടുക്കണം. ആരെങ്കിലും തലമുകളില്ലാതെ ഭാരപ്പെടുന്നെങ്കിൽ തലമുകളെ ദൈവം നൽകി കൊടുക്കുമാറാകണം. ആരെങ്കിലും സമാധാനമില്ലാതെ ഡിവോഴ്സിന്റെ വക്കിൽ എത്തിച്ചേരുന്നെങ്കിൽ ദൈവം അവരുടെ കുടുംബ ജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുവാൻ ദൈവം അവർക്ക് കൃപ കൊടുക്കുമാറാകണമേ. വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ദൈവം അവരുടെ വഴി യാത്രകളിൽ കൂടെ ഇരിക്കണമേ. പഠിച്ചിട്ട് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവെ, മദ്യപാനത്തിന് വീട് വലിക്ക് അടിമപ്പെട്ടവരുണ്ട്. അതിൽ നിന്ന് വിടുതൽ നേടുവാൻ ആഗ്രഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവേ, ദൈവം അവരെല്ലാം അതിൽ നിന്ന് വിടുവിക്കണമേ എന്നിടയും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തെ തന്നെ. ആമേൻ. സ്തോത്രം. ആമേൻ, ആമേൻ. ദൈവം താങ്ക് യു പ്രിയ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ മേരി ജോൺ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ ജീവിതാനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസിയുടെ അമ്മയുടെ വിശ്വാസവും അമ്മയുടെ തീരുമാനവും ആ സമർപ്പണവും ആ മാതാപിതാക്കന്മാരുടെ ശുശ്രൂഷയും അവരിൽ ദൈവം പകർന്നതായ അഭിഷേകവും അധികാരവും അനേക പ്രിയപ്പെട്ടവർക്ക് അത് വിടുതലിന് കാരണമായി തീർന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. അവരെ ദൈവം ശക്തമായി ആ ഹൈറേഞ്ചിൽ ദൈവം ഉപയോഗിച്ചു. അനേക പ്രിയപ്പെട്ടവരെ കാട്ടിൽ നിന്ന് വലിയ മരങ്ങൾ വെട്ടി പുറത്തു കൊണ്ടുവരുന്നത് പോലെ അനേക പ്രിയപ്പെട്ടവരെ പൈശാചികമായ കുരുക്കുകളിൽ നിന്ന്, ആ കൂടുകളിൽ നിന്ന് കർത്താവിൻ്റെ വചനത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ അവരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ, ആ നിത്യതയ്ക്ക് ജീവനെ കൂട്ടവകാശികളാക്കി തീർക്കുവാൻ ആ മാതാപിതാക്കന്മാരെ ദൈവം ശക്തമായി ഉപയോഗിച്ചു. ഞാൻ ശ്രദ്ധിച്ചു, പിതാവ് വളരെ ശക്തനായ ഒരു അഭിഷിക്തനായ ഒരു ദൈവമനുഷ്യനായിരുന്നു. ഹൈറേഞ്ചിലെ അപ്പോസ്റ്റൽ എന്നറിയപ്പെട്ടതായ ചെല്ലപ്പൻ പാസ്റ്റർ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെക്കാൾ തീവ്ര കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ദൈവമക്കൾ അവർ ശക്തമായി കർത്താവിന് വേണ്ടി നിലകൊണ്ടു, കർത്താവിനെ സാക്ഷീകരിപ്പാനിടയായി തീർന്നു. അവരുടെ തലമുറയെയും ദൈവം അത്ഭുതകരമായി ഈ കാലയളവിൽ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. വിശേഷിയാൽ പ്രിയ മേരിമോൾ സിസ്റ്ററെ കർത്താവ് എത്ര അത്ഭുതകരമായിട്ടാണ് വഴി നടത്തുന്നത് എന്ന് കേൾക്കാൻ കഴിയും. വളരെയേറെ കഷ്ടതയുടെയും പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ഒക്കെ നടുവിൽ വളർന്നു വന്നു. എങ്കിലും പിശാചിന് ദൈവം വിട്ടുകൊടുക്കാതെ അതിൻ്റെ നടുവിൽ ദൈവം തീമതിലായി കൂടെ നിന്ന് ദൈവം കരം പിടിച്ച് നടത്തുവാനിടയായി തീർന്നുണ്ട്. അതത് സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ കാക്കയ്ക്കും അതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം, ബാലസിംഹങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന ദൈവം അതത് സമയത്ത് പ്രിയപ്പെട്ടവരെ ദൈവം പോറ്റി പുലർത്തി ഇന്ന് കർത്താവിന് വേണ്ടി നിലനിർത്തിയിരിക്കുന്നത്. അതുപോലെ വളരെ സങ്കീർണമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയി. മരണകരമായ രോഗം പല സന്ദർഭങ്ങളിലായി പിടിപെട്ടു. ജീവിതത്തിൽ ഇനിയും ഒരു ശേഷിപ്പുണ്ടോ എന്ന് പറയുവാൻ കഴിയാത്തവണ്ണം, അല്ലെങ്കിൽ ബോഡി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി വീട്ടുമുറ്റത്ത് പന്തൽ ക്രമീകരിച്ചിട്ട് ഓടി വയ്ക്കുവാനുള്ള ക്രമീകരണം ചെയ്തിടത്ത് ആ സ്ഥാനത്ത് ചാടി ഓടി ആ പന്തലിൽ വന്ന് കയറിയ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞത് ഞാൻ ശ്രദ്ധയോടെ ഓർക്കുന്നു. സ്തോത്രം. അതെ, ദൈവം തൻ്റെ മക്കളെ തനിക്കായി വേർതിരിച്ച് നിർത്തുന്ന ആ മഹാസ്നേഹത്തിനായി, ആ ദൈവീയ കരുതലിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയ മേരിമോൾ സിസ്റ്ററെയും കുടുംബത്തെയും ദൈവം ഇന്ന് ശക്തമായി ആ ഹൈ റേഞ്ചിൽ
ആ ഇടുക്കിയിൽ കട്ടപ്പനയിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. അവിടെയുള്ള ഗ്രാമങ്ങളിൽ, ദേശങ്ങളിൽ അനേക പ്രിയപ്പെട്ടവർ, ആയിരക്കണക്കിന് ജനങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടുവാൻ നിങ്ങളുടെ ശുശ്രൂഷ മുഖാന്തരമായി തീരട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം ഒരുപാട് പേർക്ക് അനുഗ്രഹമായി തീരേണ്ടതിനായി ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയ മേരി സിസ്റ്ററിനെയും കുടുംബത്തെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അത്രത്തോളം സമയം, വിലപ്പെട്ട സമയം വേർതിരിച്ച് അരോമ TV പ്രേക്ഷകരോടൊപ്പം സംസാരിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവിൻ്റെ ദാസിയെയും കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു. നിങ്ങളുടെ വിശ്വാസത്തിനാക്കം കൂട്ടുവാൻ, നിങ്ങളുടെ പ്രത്യാശ വർദ്ധിക്കുവാൻ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ സാക്ഷ്യം അതിനൊരു പ്രേരകമായി തീരട്ടെ എന്ന് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ ഈ സാക്ഷ്യം കേട്ടതിന് ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പഴയ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. പല കാര്യങ്ങളും ആമേൻ ശരിയെന്ന് തോന്നിയതൊക്കെ ഇന്ന് ശരിയല്ല എന്ന് അത് തിരുത്തി എഴുതിപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ യഥാർത്ഥ ദൈവമാരെന്നും ദൈവവചനം എന്താണെന്നും പണ്ട് മുതലേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു. ആകയാൽ ആ സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, കാതുകൊടുക്കുവാൻ, ആമേൻ ജീവിതം സമർപ്പിക്കുവാൻ ഈ സാക്ഷ്യം നിങ്ങൾക്ക് ഒരു മുഖാന്തരമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത്. മാത്രമല്ല, നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രാർത്ഥിക്കുവാൻ അവസരമുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.